is going to talk. Hello, good evening. Good evening, Good evening. doctor. Good evening. ടീച്ചറെ എന്തെങ്കിലും പറയൂ. പറയൂ ഡോക്ടർ രമാദേവി പറയൂ, പറഞ്ഞോളൂ. അല്ല, ടീച്ചറെ അറ്റൻഡ് ചെയ്തതിനെപ്പറ്റി എല്ലാവർക്കും വലിയ സന്തോഷം. ഞാൻ പറയായിരുന്നു എല്ലാ ദിവസവും ടീച്ചർ കയറാറുണ്ടെന്ന്. വെരി നൈസ്, വെരി നൈസ് ഓഫ് യു. ടീച്ചർ എന്നൊരു കേസ് വിട്ടിട്ട് എനിക്കൊരു അഡ്വൈസും തന്നു. അപ്പൊ അതെ, ഒരു ഷൂട്ടിംഗ് പെയിൻ എന്റെ ചിന്തയ്ക്ക് അതീതമായിട്ട് ഭദ്രാമ ഡോക്ടറുടെ ഒരു താലിയം മെറ്റിനകത്ത് നമ്മളൊരു പരാലിസിസ് വിത്ത് ഷൂട്ടിംഗ് പെയിൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് ആ ഷൂട്ടിംഗ് പെയിൻ വളരെ പ്രസക്തിയുള്ള ഒരു സിംറ്റം ആണെന്ന് ഭദ്രാമ പറഞ്ഞപ്പോഴാണ് ഇത്രയും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും എനിക്ക് കിട്ടിയത്. ഞാനപ്പോ തന്നെ അത് പഠിച്ചു കേട്ടാ. പക്ഷേ ഭദ്രാമയുടെ അതിനകത്തുള്ളത്, ഭദ്രാമയ്ക്ക് റിസൾട്ട് കിട്ടിയെങ്കിലും അതൊരു നെർവൽ പാൾസിയുടെ മെഡിസിനാണ്. അപ്പൊ ആ നെർവൽ പാൾസി ഉള്ള ഒരു പാരസിസ് ഉള്ള ഒരു ലെഗില് ഷൂട്ടിംഗ് പെയിൻ ഓൾസ് ഓക്കെ, ബട്ട് അതിനൊരു മ്യൂക്കസ് മെമ്പറൈനൽ ആക്ഷൻ കാണുന്നില്ല. നമ്മുടെ ഒരു സ്റ്റഡിയിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന അങ്ങനെയാ. എനിഹൗ യു ആർ ഗ്രേറ്റ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നതോടോളം നമ്മുടെ ഒരു സ്റ്റഡിയിൽ ഇപ്പൊ ആസിഡ് ഗ്രൂപ്പില് കുറെ മെഡിസിൻസ്, ആസിഡിന്റെ ജനറൽ ക്യാരക്ടർ മനസ്സിലാക്കി വെച്ചിട്ട് ആസിഡിനെ കൺവേർട്ട് ചെയ്യാണ് നമ്മൾ. അതിന്റെ റിലേഷൻഷിപ്പും അതിന്റെ അമലറേഷൻ, അഗ്രവേഷൻ, നൈറ്റ് അഗ്രവേഷൻ, ഡേ അഗ്രവേഷൻ, പിന്നെ അതിന്റെ പ്രിഡോമിനേറ്റിംഗ് കോസ്, മെയിൻറ്റെയിനിങ് കോസ്, ഇത് വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ആസിഡ് ഗ്രൂപ്പ് ആണെങ്കിൽ കൺവേർട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ള ഒരു സ്റ്റഡിയാണ് മെറ്റീരിയൽ മെഡിക്കൽ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഒരു പാരലൈസിസ്, നെറോ പാരലിസിസ് ഉള്ള ഒരു കേസസിലുള്ള ഷൂട്ടിംഗ് പെയിൻ, എസ്പെഷ്യലി നമ്മുടെ പ്ലംബം അസൈറ്റിക്, പ്ലംബാസൈറ്റിസിന് പ്ലംബ അയഡൈഡിന്റെ വെച്ചാൽ ബ്രെയിൻ ട്യൂമറിൽ പ്ലംബ അയഡിന് ഭയങ്കര ആക്ഷനാണ്. അപ്പൊ ബ്രെയിൻ ട്യൂമർ ഈവൺ ഓപ്പറേഷൻ കഴിയുമ്പോഴും അല്ലാതെയും ബ്രെയിൻ ട്യൂമറിന്റെ എഫക്റ്റ് കൊണ്ട് എമിപ്ലേജിയ, ഒരു പാരാപ്ലേജിയ, ഒരു പാരസിസ് ഉള്ള കേസസിൽ ആസിഡ് പിക്രിക്കും താലിയം മെറ്റും സഹായമായും കോസ്റ്റിക്കും ഒക്കെ കമ്പയർ ചെയ്താണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പം അതിനകത്തൊരു ഷൂട്ടിംഗ് പെയിൻ അതാണ് എന്റെ ശ്രദ്ധയിൽപ്പെടാറുന്ന. ഏതായാലും ഈവൻ നമ്മളിപ്പോഴും ഈ 50 വർഷത്തിലും തിരുത്താൻ ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് നമ്മൾ തിരുത്തിയെന്നുള്ളത്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ് സർ. നൗ actually we are babies in homeopathy. No, you are not babies. You are big fellows. No, doctor, I don't think I have studied homeopathy at least 10%. I should get more this one. ഡോക്ടറുടെ ആ മനസ്സൊക്കെയാണ്. ഇപ്പൊ നമ്മുടെ ആ മനസ്സുകൊണ്ടാണ് നമുക്കൊരു സംശയം വന്നാൽ നമ്മളോട് ജൂനിയറോടൊന്നും ചോദിക്കാൻ നമുക്കൊരു മടിയില്ല. ഒരു മടിയില്ല. അത് തന്നെയാണ് ഹോമിയോപ്പതി. കാര്യം ആരും ഈ ബൈബിളും ഖുർആനും ഭഗവത്ഗീതയൊന്നും പഠിച്ച ആർക്കും വലിയതാകാൻ പറ്റത്തില്ല, ഒരു അവകാശവും പറ്റത്തില്ല. കാര്യം അതിന്റെ പാരായുസില് 2 പാരയുടെ അർത്ഥം തന്നെ ഒരു മനുഷ്യ ജീവിതം പഠിച്ചാൽ തീരത്തില്ല. അതുപോലെയാണ് ഹോമിയോപ്പതി. എത്ര ജന്മം കിട്ടിയാലും. I say my word of thanks to Dr. Panikkar on my behalf as well as on behalf of IFPH. Thank you, thank you a lot. It was a very nice section as usual. It was a very nice section. Please come again and again and give us more knowledge. Thank you, thank you a lot, sir. Thank you, Danesh, for inviting me. Jai Hanuman. Yeah. Okay. Thank you. Have a good day, happy day. Thank you, thank you. That is the end of the day 1275. And doctor, fine. It was a brilliant one from Dr. Madhusudana Panikkar, and tomorrow we will have a session from Dr. Harish. And with that we come to the day 1275. It is over to Dr. Mariamma John to moderate the Malayalam session. Thank you all. See you. നന്ദി ധനേഷ് ഡോക്ടറെ. എല്ലാവർക്കും നമസ്കാരം. IFPHന്റെ
1275 പ്രതിദിന സൂം വെബിനാറിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഒരു ചർച്ചയാണുള്ളത്. ചർച്ചയ്ക്ക് മുമ്പായി നമുക്ക് ഒരു നിമിഷം ഈശ്വര പ്രാർത്ഥന. നന്ദി. ഇന്നത്തെ നമ്മുടെ വെബിനാറില് നമ്മുടെ അതിഥികൾ എന്ന് പറയുന്നത് ഹോമിയോപ്പതി സ്നേഹികളും വിദ്യാർത്ഥികളും ഡോക്ടർമാരും തന്നെയാണ്. ഇന്ന് നമ്മളുടെ വിഷയം കൺകുരു ചികിത്സയിൽ ഹോമിയോപ്പതിയുടെ സാധ്യതകൾ എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ചൂട് കാലാവസ്ഥ ആയതോടുകൂടി നമുക്ക് കേസുകൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം കൺകുരു ചികിത്സയുടെ ഒരു ആമുഖം അവതരിപ്പിക്കുന്നതിന് ധനേഷ് ഡോക്ടറെ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. തീർച്ചയായും കാലപ്രസക്ത ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കൺകുരു എന്ന് പറയുന്ന ഒരു വിഷയം നമ്മൾ ഹോമിയോപ്പതി ഡോക്ടർമാരുടെ ഇടയിൽ നിത്യമായി കിട്ടാറുള്ള കേസുകളിൽ ഒന്നാണ്. അപ്പോൾ കൺകുരു എന്ന് പറയുമ്പോൾ തന്നെ കണ്ണിൽ കുരു എന്നാണ് പൊതുവെ എല്ലാവരുടെയും ധാരണ. പക്ഷെ കണ്ണിലല്ല കുരു, കണ്ണിന്റെ പോളകളിലാണ്. കണ്ണിന്റെ പോളകൾ എന്ന് പറയുമ്പോൾ കണ്ണിന്റെ മേൽ പോളയിലാകാം, താഴ്പോളയിലാകാം, കണ്ണിന്റെ അകത്തുള്ള പോളയുടെ അകത്തുള്ള ഭാഗത്താകാം, കണ്ണിന്റെ പോളയുടെ പുറത്തുള്ള ഭാഗത്താകാം. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ ഒരു കൺകുരു വരാറുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും കൺകുരു എന്ന് പറഞ്ഞാൽ സാധാരണഗതി പറയും ചികിത്സ ആവശ്യമില്ലാത്തൊരു രോഗമാണ്. പക്ഷെ എന്നാൽ നമുക്ക് ചികിത്സയ്ക്കുള്ള സാധ്യതകൾ വളരെ കൂടുതലുള്ളൊരു രോഗം തന്നെയാണ്. കാരണം പല ആൾക്കാരെയും ഒരേ കൺകുരു വന്ന് നിരന്തരം അവരെ അലട്ടാറുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തീർച്ചയായും അവരുടെ പഠന കാര്യങ്ങളിൽ, അല്ലെ ഓഫീസ് കാര്യങ്ങളിൽ, അല്ലെ വായിക്കുന്നതിൽ, അല്ലെങ്കിൽ മറ്റ് നിത്യജീവിതത്തിൽ തന്നെ അവർക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതുപോലെ തന്നെ സൗന്ദര്യ പ്രശ്നത്തിലും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ കണ്ണ് വീർത്തിരിക്കുമ്പോൾ എങ്ങനെ പൊതുജനത്തിന്റെ ഇടയിൽ പോകും, ഒരു കല്യാണത്തിന് എങ്ങനെ പോകും, ഒരു ഉത്സവത്തിന് എങ്ങനെ പോകും, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാറുണ്ട്. അപ്പൊ തീർച്ചയായും കൺകുരു എന്ന് പറയുന്ന ആ ഒരു അസുഖത്തിനെ സാധാരണ അലോപ്പതി കൺസെപ്റ്റിലാണെങ്കിൽ അത് നമ്മുടെ കണ്ണിന്റെ പോളകളുടെ താഴെയോ അല്ലെ അകത്തോ ഉള്ള ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ഉള്ള ഗ്ലാൻസിന് ബ്ലോക്ക് ആയിട്ട് അതിൽ നിന്നുള്ള സെക്രീഷൻ വരാതാകുകയും അതിനകത്ത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഈ കൺകുരു എന്ന് പറയുന്ന ഒരു രോഗം ആയിട്ട് അത് മാറുന്നത്. സാധാരണ ഒരു 3 to 5 days കൊണ്ട് തുടങ്ങി ഒരാഴ്ച മുതൽ 2 ആഴ്ച വരെയൊക്കെ നിൽക്കാറുണ്ട്. പക്ഷെ പലതും അവസാനം അലോപ്പതി ആസ്പെക്റ്റിലാണെങ്കിൽ അവർ കീറി പൊട്ടിച്ച് ഡ്രെയിൻ ചെയ്ത് കളയുന്ന ഒരവസ്ഥയിൽ വരെ എത്തിക്കാറുണ്ട്. പക്ഷെ വീണ്ടും അതേ ഭാഗത്ത് വീണ്ടും വരാറുണ്ട്. അപ്പൊ ഇങ്ങനെ വരുന്ന ഘട്ടങ്ങളിലൊക്കെ നമ്മുടെ ഹോമിയോ മെഡിസിന്റെ സാധ്യതകൾ വളരെ കൂടുതലാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ച് കൺകുരു എന്ന് വരുമ്പോൾ തന്നെ നമ്മൾ മുഖത്തോട്ട് നോക്കുമ്പോൾ ഇത് വലത്തുവശമാണോ ഇടതുവശമാണോ, കണ്ണിന്റെ മേലിലാണോ, പുരികത്തിന്റെ മേലിലാണോ, കണ്ണിന്റെ മുരികത്തിന്റെ താഴ്ഭാഗത്താണോ, അതോ വലത്തുവശം വന്നിട്ട് ഇടത്തോട്ട് പോയതാണോ, അതോ ഇടത്തുവശം വന്നിട്ട് വലത്തോട്ട് പോയതാണോ, ഇങ്ങനെയുള്ള അതുപോലെ തന്നെ എങ്ങനെയാണ് അതിന്റെ നീര്. ഈ കൺകുരു വരുന്ന സമയത്ത് അതിനോട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും സ്കിൻ ഡിസീസുകൾ ഉണ്ടായിട്ടുണ്ടോ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗത്തിന്റെ ഒരു ഭാഗമായിട്ട് കൺകുരു വന്നതാണോ. ഇപ്പൊ ചിക്കൻ ബോക്സ് വരുന്ന സമയത്തും ചിലപ്പോൾ ആദ്യം 1-2 കുരുകൾ വരും. അതിനുശേഷമായിരിക്കും അത് ചിലപ്പോൾ കണ്ണിന്റെ ഭാഗത്ത് തന്നെ ആയിരിക്കും ആദ്യം വരുന്നത്, അതിനുശേഷമായിരിക്കും മറ്റു ഭാഗങ്ങളിൽ വരുന്നത്. അപ്പൊ ഇവിടെ വേണേലും അപ്പൊ നമ്മൾ തലയിലൊക്കെ തടിപ്പ് വല്ലതും ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചോദിച്ചു വരുവാണെങ്കിൽ തലയിലൊക്കെ തടിപ്പുള്ളതായിട്ട് ചിലപ്പോൾ അനുഭവപ്പെടുകയും അപ്പൊ അത് നമുക്ക് ഇത് വെറും കണ്ണിൽ അസുഖമല്ല, അത് അല്ലെ കണ്ണിൽ കുരുവല്ല, അത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണെന്ന് പറയാം. അപ്പൊ കൺകുരു വരുമ്പോൾ സാധാരണയായിട്ട് ഒരാൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്ന് പറഞ്ഞാൽ കണ്ണ് ചുവന്നിരിക്കും, കണ്ണ് കൂടെ ഇച്ചിരി കിറുങ്ങിയതുപോലെ ഇരിക്കും, കണ്ണ് തുറക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും, കണ്ണിൽ നിന്ന് വെള്ളം വരാം, കണ്ണ് ചൊറിച്ചിലുണ്ടാകാം. അതുകൊണ്ട് തന്നെ കണ്ണ് ഉപയോഗിച്ചുള്ള നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് തടസ്സങ്ങളും അനുഭവപ്പെടാം. അപ്പൊ തീർച്ചയായും സാധാരണ ആൾക്കാർ ഇത് വന്ന ഉടനെ ചെയ്യുന്ന പരിപാടി സാധാരണ ചൂടുവെള്ളം കൊണ്ടൊന്ന് കഴുകുക, അല്ലെ സാധാരണ അത് നല്ലതാണ്, അഡ്വൈസബിൾ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് പല കാര്യങ്ങളും ശ്രദ്ധിക്കണം. ഈ രോഗി ചൂടുവെള്ളം കൊണ്ട് കഴുകുമ്പോഴാണോ അയാൾക്ക് സുഖം, ചില ആൾക്കാർ പറയും എനിക്ക് തണുത്ത വെള്ളം കൊണ്ട് കഴുകുമ്പോഴാണ് സുഖം. അപ്പോൾ ഹോമിയോപ്പതി ഡോക്ടർ എന്നുള്ള രീതിയിൽ പറയുമ്പോഴും നമ്മൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ വലത്തെ കണ്ണിന്റെ താഴെയാണ് വരുന്നതെങ്കിൽ നമ്മൾ സാധാരണ വലത്തെ കണ്ണിൽ വരുമ്പോൾ തന്നെ എപ്പിസ് എന്നുള്ള ഒരു രീതിയിലും അങ്ങനെ. പക്ഷെ ഇതൊന്നും അല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണലായിട്ട് നമ്മുടെയൊക്കെ അനുഭവത്തിൽ പൾസാറ്റില, സൈലീഷ്യ, നേട്രമോർ ഇങ്ങനെയുള്ള മെഡിസിൻസ് എല്ലാം തന്നെ
ഫോസ്ഫറസ് 2 സൈഡിലും വന്ന്. അപ്പൊ ഇതെല്ലാം ഫലപ്രദമാണ്. അപ്പൊ ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചർച്ച തുടരേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചികിത്സ വളരെ ഗുണകരമാക്കി മാറ്റാവുന്ന ഒരു രോഗം തന്നെയാണ് ഈ കൺകുരു. കൺകുരു കൊണ്ട് തന്നെ പ്രശസ്തരായ പല ഹോമിയോ ഡോക്ടർമാരുണ്ട്. അന്ന് കൺകുരു പല ഡോക്ടർമാരും ചികിത്സിച്ചിട്ട് വീണ്ടും വീണ്ടും റെക്കറന്റ് ആയിട്ട് വന്നതിന് ശേഷം വളരെ സിമ്പിൾ ഡോസായിട്ട് നമ്മുടെ ഹോമിയോ മെഡിസിൻ കൊടുത്തതിന് ശേഷം പിന്നീട് ഒരിക്കൽ പോലും വരാതിരിക്കുന്നതിന്റെ പേരിൽ വളരെ നല്ല പബ്ലിസിറ്റി കിട്ടി ഈ കേസുകളുണ്ട്. തീർച്ചയായും ഞാൻ അതുകൊണ്ട് തന്നെ മധു ഡോക്ടർ ഇന്നിവിടെ ഉള്ളത് കൊണ്ട് അതിന്റെ മെറ്റീരിയൽ മെഡിക്ക ആസ്പെക്ട് ഒന്ന് വിശദീകരിക്കുന്നതിനായിട്ട് സാറിനെ കൂടി ഒന്ന് ക്ഷണിക്കുകയാണ്. മധു ഡോക്ടറുടെ ചികിത്സാനുഭവങ്ങൾ ഒന്ന് പറയണേ കൺകുരുവിനെ കുറിച്ച്. ഓ, കേക്കാവോ? കേക്കാം. ഇപ്പം മ്യൂട്ടായി പോയി സാറേ. ഇപ്പൊ കേൾക്കുന്നില്ല. ഒന്നുകൂടെ ഒന്ന് ലെഫ്റ്റ് കോർണറിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത്. സാറ് മ്യൂട്ടായി പോയി. ലെഫ്റ്റ് കോർണർ ഇപ്പൊ സാറ് നോക്ക്. ലെഫ്റ്റ് കോർണർ ഡോക്ടർ എന്ന് എഴുതി. കറക്റ്റ്. ശരിയാ, ഇപ്പൊ ശരിയാ. ശരി. ശരിയാ. എനിക്ക് ഒരു മാസം മുമ്പ് നമ്മളെല്ലാം അറിയുന്ന ഒരു വലിയ ഒരു VIP അദ്ദേഹത്തിന്റെ ലെഫ്റ്റ് കണ്ണിന്റെ താഴെ 2.5 മാസമായിട്ടൊരു നമ്മൾ വിശേഷിപ്പിക്കുന്ന സ്റ്റൈസ് എന്ന് പറയുന്ന ഒരു സാധനം വന്നിട്ട് അന്ന് വേദന ഉണ്ടായിരുന്നു. അദ്ദേഹം അമൃതയിൽ കൺസൾട്ട് ചെയ്യുന്ന ഒരു ആളാണ്. അമൃതയിൽ പോയി പറഞ്ഞ് നമുക്കത് ഓപ്പറേഷൻ ചെയ്ത് കളയാം, സാരമില്ല. അപ്പൊ നോക്കിയപ്പോ അദ്ദേഹത്തിന് ഇച്ചിരി ഷുഗർ ഉണ്ടാവുണ്ട്, ഷുഗർ മാറട്ടെ എന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന്റെ വേദന ഒരു ആന്റിബയോട്ടിക്സ് ഒക്കെ കൊടുത്തെങ്കിലും ആ രൂപം മാറിയില്ല. ലെഫ്റ്റ് ഐയുടെ ലോവർ ഐലിഡില്ല. ഒരുവിധം ഒത്തിരി ഹാർഡല്ല, ഒരു സെമി ഹാർഡാണ്, പെയിൻലെസ് ആണ്. പക്ഷെ കണ്ണാടിയുടെ അകത്തുകൂടെ കാണാം. ഇപ്പൊ കാണുന്നവരല്ല ഇങ്ങനെ ചെയ്തു. ഭയങ്കര എക്സ്പോഷർ ഉള്ള ഒരു വ്യക്തിയാണ്. അപ്പം അത് കഴിഞ്ഞ് ഇവിടെ ഒരു ഐ ഡോക്ടറെ കണ്ടു. ഐ ഡോക്ടറും പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്ത് കളയാൻ കുഴപ്പമില്ല. അപ്പൊ അദ്ദേഹത്തിന് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് എന്നെ വിളിപ്പിച്ചു, എന്നെ അടുത്ത് പറഞ്ഞു ഞാൻ നോക്കാം സാറെന്ന് പറഞ്ഞിട്ട് ഞാൻ കേസൊക്കെ അദ്ദേഹത്തിന്റെ എനിക്ക് തറവാ. അപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ വർക്കൗട്ട് ചെയ്തപ്പം എനിക്ക് കിട്ടിയ മെഡിസിൻ കാർബോ ആനിമൽസാ. ഇപ്പൊ കാർബോ ആനിമൽസ് സ്റ്റഡി ചെയ്തപ്പോ എന്താണ്, പ്രൊലോങ്ഡ് യൂസ് ഓഫ് ഡൈ. ഇപ്പൊ ഒരാഴ്ച മുമ്പ് അതിന് നല്ല പോലെ വ്യത്യാസം വന്നു. കാർബോ ആനിമൽസ് കൊടുത്ത് ഒരാഴ്ച തന്നെ വ്യത്യാസം വന്നു. 2 ആഴ്ചയപ്പോ അതൊരു മാനുഷ് ചെയ്തു. ഇപ്പൊ ഞാൻ പറഞ്ഞ അതിന്റെ ഒരു ട്രേഡ് മാർക്ക് ഒന്ന് മാറ്റാം. ട്രേഡ് മാർക്ക് മാറ്റിയിട്ട് VIP ആക്കിയപ്പം കംപ്ലീറ്റ് പോയി. ഒരു 1.5 മാസം കൊണ്ട് 6 മാസമായിട്ട് സഫർ ചെയ്ത വലിയൊരു കണ്ണ് സർജന്മാര് കണ്ട കേസസ് മാനുഷ് ചെയ്തു. രണ്ടാമത്തെ എന്റെ അനുഭവം. അപ്പൊ ഞാൻ നോക്കിയപ്പോ കാർബോ ആനിമൽസ് ക്രിയേറ്റ് ചെയ്തത് എക്സസീവ് ടോക്സിക് എഫക്റ്റ് ഹെഡിലോ കണ്ണിലോ കൺമഷിയിലോ പേസ്റ്റിലോ ഒക്കെ ഏതെങ്കിലും ഉപയോഗിച്ചാൽ ഉണ്ടാകുന്ന പതോളയ കാർബോ ആനിമൽസ്. അത് ഡൈ ഇട്ടിട്ട് ഡൈയുടെ ഒരു കറുത്ത ഷെയ്ഡും ഉണ്ട്. ഈവൻ ഈ കറുത്ത ഷെയ്ഡ് 16 കൊല്ലം പഴക്കമുള്ള സ്കാറും ഈ കാർബോ ആനിമൽസിന്റെ കൂടെ അങ്ങ് പോയി. എന്നെ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്തു. ആ സംഭവം ഇന്നാ നടന്നു. അപ്രീസിയേഷൻ, അതാണ് എൻ്റെ ഒരു അനുഭവം. അപ്പൊ നമ്മള് അതിന്റെ ഒരു കോസേറ്റീവ് ഫാക്ടർ, ഇപ്പൊ കാർബോ ആനിമൽസ് എനിക്ക് കിട്ടിയതിൽ എനിക്ക് അത്ഭുതം തോന്നില്ല. കാര്യം കാർബോ ആനിമൽസ് ഞാൻ ക്യാൻസറിന് വേണ്ടി നല്ലപോലെ അരച്ച് കുറുക്കി പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കിട്ടി. എനിക്ക് എന്തുകൊണ്ടാണെന്നുള്ള അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് അൾട്ടിമേറ്റ്ലി ഇത് പറഞ്ഞു, ഡോക്ടറുടെ നിഗമനം ഡോക്ടർ മരുന്ന് കൊണ്ട് കുറഞ്ഞപ്പം ശരിയാകാം. കാര്യം ഇനി അത് അമൃതയിൽ ചെല്ലുമ്പോൾ അവർ ചോദിക്കും. അമൃതക്കാർക്കും അറിയാം, എന്നെ അറിയാം, അവിടുത്തെ കുറച്ച് ഡോക്ടർമാർക്കൊക്കെ അറിയാം. കാര്യം ഞാൻ അവരെയൊക്കെ എൻ്റെ മോള് അവിടെ പഠിച്ച കാലത്ത് നമ്മളുടെ അത്ഭുതങ്ങള് ഏളി നോൺ ആൽക്കഹോളിക് ലിവർ സിറോസിസ് വന്നിട്ട് ഒരു പെൺകുട്ടി ഒരു VIP ആയിരുന്നു. അമൃതയിൽ വർഷങ്ങളോളം ചെയ്ത് ലിവർ മാറ്റിവെക്കാൻ പറഞ്ഞതാണ്. നമ്മുടെ അടുത്ത് വന്ന് കുട്ടി രക്ഷപ്പെട്ടു.
എനിക്ക് ആദ്യമായിട്ട് ഈ കമ്പ്യൂട്ടർ മേടിച്ചതെന്ന് ആദ്യമാണ്. ദുബായി വന്നപ്പോൾ എനിക്കൊരു കമ്പ്യൂട്ടർ, ഒരു പിന്നെ പഴയ കാറും കൂടെ കൊണ്ടുവന്ന് തന്ന, മാരുതിയുടെ കൊച്ചു കാർ, ഏറ്റവും കുറച്ച് മാരുതി ഇറങ്ങിയ കാലത്ത്. അപ്പൊ അത്രയും ഒരു പ്രസന്റ് കിട്ടിയതിന് നമുക്ക് നന്മ ചെയ്തിട്ടുള്ള ഒരു മെഡിസിനാണ് കാർബോ ആനിമൽസ്. അതുകൊണ്ട് ഞാൻ അതിന്റെ വിവിധ പുസ്തകങ്ങൾ വെച്ച് കാർബോ ആനിമൽസിനെ പറ്റി ഭയങ്കരമായിട്ട് പഠിച്ചിട്ടുണ്ട്. എന്താ കാർബോ ആനിമൽസിന്റെ ഒരു കാര്യം, ഞാൻ വഴിവിട്ടല്ല, കാർബോ ആനിമൽസിന്റെ ഒരു കാർബൺ ഗ്രൂപ്പിലെ മരുന്നാണ്. അതുകൊണ്ട് കറുപ്പ് അതിന്റെ ഒരു വ്യക്തിത്വമാണ്. അപ്പൊ എവിടെ കറുപ്പുണ്ടോ, വി കോൺഷ്യസ് അബൌട്ട് ആൻഡ് വി ഡിസ്കസ് അബൌട്ട്, we differentiating about the carbo group, especially carbo animals and carbohydrates. Okay, രണ്ടാമത്തെ അനുഭവം സാറേ, സാർ അത് ഏത് പൊട്ടൻസി കൊടുക്കുന്നത്? ഞാൻ കൊടുക്കുന്നത് 0.3 അഗ്രവേഷൻ ഇല്ല. പക്ഷെ വേരിക്കോസിലൊക്കെ ഏറ്റവും കൂടുതൽ 200 2 ഡോസ് രാത്രിയും രാവിലെയും കൊടുത്തിട്ട് വെയിറ്റ് ചെയ്യുക, ഭയങ്കര എഫക്റ്റാ. കാരണം അതിന്റെ കാർബൺ ഗ്രൂപ്പിന്റെ ഡിസ്ചാർജ് എങ്ങനെ, ഭയങ്കര ഡാർക്കിഷ് ഒഫൻസീവ് എന്നുവെച്ചാൽ ബ്ലഡും സെറവും കൂടെ ആയിരിക്കും. അപ്പിയറൻസിൽ ഇപ്പൊ നമ്മള് വേരിക്കോസ് അൾസറിലൊക്കെ കാണുന്ന ഒരു വലിയ അത്ഭുതം, ഇങ്ങനെ കറുത്ത ക്രസ്റ്റ് മോഡേൺ മെഡിസിനോ വേറെ എന്തെങ്കിലും ആയുർവേദമൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ കറുത്ത് തടിച്ച് സ്കെയിൽസ് പോലെ വന്നിട്ട് അതിൻ്റെ ഇടക്കാര്യം ക്രാക്സും അൾസറും ബ്ലീഡ് ചെയ്യുന്നത്. ഒരു 1.5-2 മാസം കൊണ്ട് ഈ ക്രസ്റ്റ് ഒക്കെ അടന്നു പോകും നമ്മുടെ ബോഡിയിൽ നിന്ന്, സ്കിന്നിൽ നിന്ന് അടന്നു പോയിട്ട് നമുക്ക് പോലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരു വൈറ്റിഷ് നോർമൽ സ്കിൻ ടെക്സ്ചർ കാർബോ ആനിമൽസിന് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അത്രയും ഡിപ്പെൻഡബിളാണ് കാർബോ ആനിമൽസ്. വേറെ കാർബോ ആനിമൽസിന്റെ എൻ്റെ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലെഫ്റ്റ് ബ്രസ്റ്റ് ക്യാൻസറിൽ മാമക്ടമി ചെയ്തിട്ട് ലിംഫഡിനൈറ്റിസും എടുത്ത് കളഞ്ഞതിന് ശേഷം 1.5 കൊല്ലം കഴിഞ്ഞപ്പം ഡോക്ടർ, നമ്മുടെ ലേക് ഷോറിലെ മെയിൻ ഗംഗാരൻ ഡോക്ടറുടെ ഒരു പേഷ്യന്റ്, അവർക്ക് മെറ്റാസ്റ്റൈസിസ് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അതിനകത്ത് വിശ്വാസം പോയി എൻ്റെ അടുത്ത് വന്നത്. 8 ടൈപ്പ് പാരാക്കാവൽ, പെരിട്ടോണിയൽ, പൾമിനറി, പെൽവിക്, അങ്ങനെ തുടങ്ങി 8 ടൈപ്പിൽ ലിംഫഡിനൈറ്റിസ് ഉണ്ടായിരുന്ന അവരുടെ അപ്പിയറൻസ് വെച്ചാൽ പുറത്ത് ബ്ലാക്കിഷ് ഇറപ്ഷൻസ് വിത്ത് ഇച്ചിങ് വിത്ത് ബേണിംഗ് ഗെറ്റ് ബൈ കോൾഡ്, സ്കാച്ച് ചെയ്യുമ്പം ടാറി ഒഫൻസീവ് ബ്രൗണിഷ് ഡിസ്ചാർജ് വിത്ത് ഒരു കാർബൺ ഗ്രൂപ്പിന്റെ എക്സോസ്റ്റഡൻസ്, ലീനായിട്ട് തിന്നായിട്ട് വൈറ്റ് കോംപ്ലക്ഷൻ ഉണ്ടായിരുന്നവർ ഡാർക്കായി പോയി ഈ റേഡിയേഷനൊക്കെ കഴിഞ്ഞിട്ട്. കാർബോ ആനിമൽസ് 0.1 തുടങ്ങിയത്, 0.2 0.3 6 മന്ത് കഴിഞ്ഞിട്ട് അവിടെ റിവ്യൂ ചെയ്തപ്പം ഒറ്റ ഗ്ലാൻഡ് ആ ബോഡിയിൽ. അപ്പൊ അതുപോലെ നമ്മള് ഒരു സെയിന്റ് പട്ടം കൊടുത്ത് അന്ന് തൊട്ട് ഞാൻ ബഹുമാനിക്കുന്നതാണ് സെയിന്റ് കാർബോ ആനിമൽസ് എന്നാ ഞങ്ങളെ വിശേഷിപ്പിക്കുന്നത്. കാര്യം അത്ര അത്ഭുതം നന്മ തന്ന ഒരു സാധനമാണ് കാർബോ ആനിമൽസ്. ആരും വിട്ടുപോകരുത്. കാർബോ ആനിമൽസിനെ കാർബൺ ഗ്രൂപ്പിൽ പെടുത്തി പഠിക്കണം. നമുക്കൊരു ദിവസം കാർബൺ ഗ്രൂപ്പിനെ പറ്റി ഇതുപോലുള്ള ഒരു വേദി ചർച്ച ചെയ്യാൻ പഠിക്കാം. ഇപ്പം അങ്ങനെ ഗ്രൂപ്പ് സ്റ്റഡിയിലാണ് ഏറ്റവും കൂടുതൽ. ഇപ്പൊ ആസിഡ് ഗ്രൂപ്പായി, ആസിഡ് ഗ്രൂപ്പിന്റെ എന്താ 10 കാര്യം ആസിഡിനെ പറ്റി ഓർത്താൽ മതി. അപ്പൊ ഇവൻ ആസിഡ് ഗ്രൂപ്പിൽ ആളാണെന്ന് കിട്ടിക്കഴിഞ്ഞാൽ വി ക്യാൻ ഈസിലി ഡിഫറൻഷിയേറ്റ് വിത്ത് തെർമൽ റിയാക്ഷൻ, ക്രേവിംഗ് ആൻഡ് കോസേറ്റീവ് ഫാക്ടർ. അതുപോലെ ഈ സ്റ്റൈസ് വിതിൻ റിക്കർ ചെയ്യുവാണെങ്കിൽ, ചലാസിയോൺ ആകുവാണെങ്കിൽ, ഡെഫിനറ്റ്ലി ദർ ഈസ് എ മെന്റൽ ഇമോഷണൽ സപ്രഷൻ ഇസ് ദർ. അതുകൊണ്ട് തന്നെയാണ് സ്റ്റാഫിസാഗ്രിയ ഇതിനകത്ത് വന്നത്. സ്റ്റാഫിസാഗ്രിയയുടെ ഗ്രേഡ് 1-ലും ഗ്രേഡ് 3-ലും 5 സ്റ്റാറ്റസ് ആയിട്ടാണ് സ്റ്റാഫിസാഗ്രിയ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്, അത്രയും സ്റ്റേജ് ഉണ്ട് സ്റ്റാഫിസാഗ്രിയയുടെ ഡെവലപ്മെന്റ്സിൽ, പതോളയ ഡെവലപ്മെന്റ്സിൽ. അപ്പൊ ഇമോഷണൽ സപ്രഷൻ ആണ് ഏറ്റവും ഫസ്റ്റ് അതിന്റെ ഡോക്ട്രിൻ ഓഫ് സൈഡ്. അപ്പൊ ഇമോഷണൽ, എനിക്ക് 9 മാസമുള്ള ഒരു കൊച്ചിനെ എൻ്റെ അടുത്ത്, ട്രിവാൻഡ്രത്തുകാരാ, മറ്റേ അവിടുത്തെ വിമൻസ് ഹോസ്പിറ്റലിൽ പ്രസവിച്ച കുട്ടിയാണ്. അവിടുത്തെ ഒരു മെയിൻ വിമൻസ് ഹോസ്പിറ്റലല്ലോ ട്രിവാൻഡ്രത്ത്, പിള്ളേരുടെ. അതെ, അവിടെ പ്രസവിച്ചിട്ട് അവർ ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് കൊച്ചു വലുതാകട്ടെ, കുറച്ചുകൂടെ വളർന്നിട്ട് ചെയ്യും. അപ്പം
റിക്കറന്റ് ആയിട്ട് സ്റ്റൈസ് ഉണ്ടാകുന്ന 3-ാം മാസം തൊട്ട് അത് വലുതാകുന്നു, പഴുക്കുന്നു, ഭയങ്കര സിവിയാരിറ്റി ഉണ്ടാക്കുന്ന, ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുമ്പോൾ പുറക്കും വരും. ഇപ്പൊ അതിന്റെ റൂട്ട് കോസിൽ എടുത്തു കളയാൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാണ് അവർ കേട്ടറിഞ്ഞ് എൻ്റെ അടുത്ത് വന്നത്. ഇപ്പൊ എന്റെ ഒരു സ്റ്റഡിയിൽ റിക്കറന്റ് സ്റ്റൈസ് മസ്റ്റ് ബി ഫ്രം ഇമോഷണൽ സ്ട്രെസ് ഓർ സപ്രഷൻ ഓർ സഫറിങ്സ് ഇൻ പ്രീവിയസ് ലൈഫ്. നമ്മൾ എവിടെ നോക്കാനാ? ഈ കൊച്ചിന്റെ എന്ത് കഥ അറിയാനാ? ഇവന്റെ ഇമോഷൻ എങ്ങനെ പഠിക്കാനാ? നമ്മളിത് ഇങ്ങനെ ചോദിച്ച് വന്നപ്പോ എന്താണ്, ജനിച്ചിട്ട് 4-ാമത്തെ ദിവസം റിട്ടൻഷൻ ഓഫ് യൂറിൻ ഉണ്ടിട്ട് യൂറിനറി സ്റ്റെനോസിസിന് ആർട്ടിഫിഷ്യൽ മെറ്റൽ സ്റ്റെന്റ് കയറ്റിയിട്ട് 9 ദിവസം കിടത്തിയ ഒരു കഥയുണ്ട്. ട്രൂത്ത്. ഞാൻ സ്റ്റാപ്സാഗ്രിയ കൊടുത്തു, പിന്നെ അത് ഉണ്ടായില്ല, കംപ്ലീറ്റ് ക്യൂർ ആയി. ഞാൻ അന്ന് കൊടുത്ത സ്റ്റാപ്സാഗ്രിയ 200-ന്റെ 1 ഡോസ്, വേറെ ഒന്നും കൊടുത്തില്ല. അപ്പൊ ഇമോഷണൽ സപ്രഷൻ ഈസ് ഇപ്പൊ നമ്മള് തൈറോയിഡ് ട്രീറ്റ് ചെയ്യുന്ന പോലെ സ്റ്റൈസ് മാനസിക സമ്മർദ്ദത്തിന്റെ ഒരു ഔട്ട്വേർഡ് സിഗ്നല്. അതുകൊണ്ട് തന്നെ സൈലീഷ്യ, സ്റ്റാപ്സാഗ്രിയ, തൂജ ഈ 3 മെഡിസിൻ റെപ്പർട്ടറി പറയും. ഇത് 3 സപ്രഷൻ ഓഫ് ഡിസൈഴ്സും ഇമോഷൻസും ടോർച്ചറിങ്. അതിപ്പോ ഏത് ടൈപ്പിലുള്ള ടോർച്ചർ, ഫിസിക്കലി ഈ യങ് ടീനേജില് സെക്ഷൽ അബ്യൂസ്മെന്റ് ഉണ്ടായോ, അവർക്ക് ഇഷ്ടമില്ലാതായി പോയോ, അവർക്ക് പറയാൻ പേടിയുണ്ടായി പോയോ, ഡെഫിനറ്റ്ലി ട്യൂമറസ് ഗ്രോത്ത് ഉണ്ടാകും. എസ്പെഷ്യലി ഇത് മർമ്മപ്രധാനമായ ഒരു കണ്ണില് എല്ലാവർക്കും കാണാവുന്ന വിധത്തിൽ അത് വിസിവാകും എന്നുള്ള സ്റ്റാപ്സാഗ്രിയയുടെ കാര്യം അതാ. ഈ തൂജോ മെഡേറിനോ തമ്മിലുള്ള കമ്പാരിസൺ സ്റ്റഡിയിൽ തൂജയുടെ ഇമോഷൻസ് ദോഷം. ഇപ്പൊ തൂജയും മെഡോറിനോ ഒന്നിച്ച് ഇമ്മോറൽ സെക്സിന് പോകുന്ന ആളുകൾ, അവർക്കതാ ഇഷ്ടം. ഈ തൂജ രഹസ്യമായിട്ട് അത് ചെയ്യും, ആരോടും പറയത്തില്ല. പക്ഷെ മെഡോറിന് ഇത് ആഘോഷിക്കും, വെറൈറ്റി ആയിട്ട് ആഘോഷിക്കും. 5-6 ഭാര്യമാരുണ്ടാകും, 6 പേരെ സംരക്ഷിക്കും, 6 പേർക്ക് പരാതി ഇല്ലാതെ കൊണ്ട്. ശരിക്കും സെക്ഷൽ ക്ലബ്ബ് നടത്തുന്നത് മെഡോറിനും പേഷ്യന്റ്. അപ്പൊ അവരത് പറയണേൽ അവർക്ക് ഇഷ്ടക്കുറവൊന്നുമില്ല, അവരതിന്റെ ഒരു വില്ലനാണെന്ന് അവകാശപ്പെടും. അതുപോലെ സമ്പത്തുണ്ടാക്കും. എന്താ പറയുക, എക്സസ് ആൻഡ് എക്സ്ട്രീംസ് എന്നാ പറയുന്നത്. സൈക്കോട്ടിസത്തില് ഏറ്റവും കൂടുതൽ സമ്പാദിക്കുന്ന, ഏറ്റവും കൂടുതൽ സൗന്ദര്യമുള്ള, ഏറ്റവും കൂടുതൽ വസ്തുക്കൾ മേടിക്കുന്ന, ഏറ്റവും വലിയ വിലവയ്ക്കുന്ന, ഏറ്റവും വലിയ ടോപ്പുള്ള കാർ വാങ്ങിക്കുന്ന, ഏറ്റവും കൂടുതൽ പ്രാക്ടീസ് ഉള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ അവര് വാങ്ങിക്കാൻ പോയി. ഇപ്പൊ മോന് കല്യാണത്തിന് 1 പവന്റെ ഒരു മോതിരം മേടിക്കാൻ പോയി 5 പവൻ മേടിച്ചിട്ടേ ഒരു വരുത്തും. ഇവൻ ലീസ്റ്റ് നമ്മുടെ റൊട്ടീൻസിൽ ചേട്ടാ പോയി വരുമ്പോ കുറച്ച് പച്ചക്കറി മേടിച്ചിട്ട് പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പച്ചക്കറി കട മുഴുവനും എടുത്തിട്ടുണ്ട്. 1 കിലോ പഴത്തിന് 1 കൊല്ലം മേടിച്ചിട്ടുണ്ട്. അതാണ് അത് എല്ലാവരുടെ ജീവിതത്തിന്റെ തലങ്ങളിലും കാണും. എക്സ്ട്രീം ആൻഡ് എക്സസ്. തൂജ ആരും അറിയത്തില്ല, ആരും അറിയിക്കാൻ ഇഷ്ടമില്ല. അതാണ് 2 ഗ്രീഫ് സെപ്പറേഷൻ, അല്ലെങ്കിൽ എൻജോയ്മെന്റ്, അല്ലെങ്കിൽ ഇമോഷണൽ സപ്രഷൻ ദോഷം വരുത്തും. ഇപ്പൊ തൂജ എന്ന് പറഞ്ഞാൽ തൂജയുടെ പിന്നെ മെഡോറിനത്തിന്റെ വാൾസ് എവിടെ ഉണ്ടല്ലോ, ജെനിറ്റൽ ഇൻസൈഡിലായിരിക്കും, പൊതിഞ്ഞു വെക്കാൻ പറ്റുന്ന സ്ഥലത്തില് വസ്ത്രത്തിന്റെ അകത്താ തൂജയുടെ ഇറപ്ഷൻസ് മുഴുവൻ. മെഡോറിനത്തിനാണ് പുറത്തായിരിക്കും. അപ്പൊ എക്സ്പോസ് ചെയ്യാൻ ഇഷ്ടമുള്ള മെഡോറിനും എക്സ്പോസ് ചെയ്യാൻ, അപ്പൊ ആ ഹെറിഡിറ്ററി ദൈവഹിതം പോലും അങ്ങനെയാ എന്നുള്ളത്. അപ്പൊ അതുപോലുള്ള ഇമോഷണൽ, മറ്റത് സ്റ്റാപ്സാഗ്രിയ സഹിച്ചോണ്ട് ചിരിക്കും. നല്ല വൈഫായിരിക്കും, പക്ഷെ വൈകായിരിക്കും. സെക്ഷൽ പാർട്ട്ണർ വേറെ ഉണ്ടാവും, പക്ഷെ ഭയങ്കരമായിട്ട് ഹസ്ബൻഡിനെ സെർവ് ചെയ്യും, ഹസ്ബൻഡിനെ ഇഷ്ടപ്പെടും, വീട്ടുകാരെ നോക്കും, ഒത്തിരി നല്ലതാവും. അവസാനം അവർ അങ്ങനെ പോയി പാർട്ണർഷിപ്പിന്റെ ഗിൽറ്റ് തെറ്റാണെന്ന് അവർക്ക് അറിയാം, പക്ഷെ തെറ്റ് ചെയ്യും, വീണ്ടും തെറ്റ് ചെയ്യും, വീണ്ടും അവർക്ക് ഗിൽറ്റ് ഉണ്ടാകും. ഗിൽറ്റ് കൂടി വന്നിട്ട് അവസാനം ഫൈബ്രോയിഡ് യൂട്രസോ, പിന്നെ പ്രൊലാപ്സ് യൂട്രസോ, ലംബ് ബ്രസ്റ്റോ ഒക്കെ ആയിട്ട് എവിടെയെങ്കിലും ലോക്കലൈസ് ചെയ്ത് സന്യാസ വേഷം കെട്ടിയിട്ട് ഔട്ട്വേർഡ് സെക്ഷൽ പാഷൻ ഇല്ലാതെ ഇൻവേർഡ് മാസ്റ്റർബേറ്റ് ചെയ്ത് 80-85 വയസ്സിൽ അവർ ജീവിച്ചു പോകുന്നത്. അതാണ് സ്റ്റാപ്സാഗ്രിയയുടെ 4th സ്റ്റേജ്. അപ്പൊ ഈ 3 മെഡിസിനാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് സ്റ്റൈസ് റെപ്പർട്ടറൈസ് ചെയ്ത റഡാറിലൊക്കെ വരണം. അപ്പൊ റഡാർ പോലും പറയുന്നത് ഇങ്ങനെ ഒരു കഥയുണ്ടെന്ന്. അതുകൊണ്ട് നിങ്ങൾ സ്റ്റാപ്സാഗ്രിയ സ്റ്റൈസ് വന്നാൽ
Definitely, you ask about the maintaining cost. Definitely, there is a maintaining cost. എക്സാമ്പിൾ, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ കൺഫർമേറ്റീവ് കണ്ടീഷൻസ് വന്നിട്ടുള്ളതും വളരെ അക്യൂട്ടായിട്ട് നമ്മൾ സഡൻ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഒരു ഫാക്ടറാണ് ബ്രസ്റ്റ് പെയിൻ ബിഫോർ മെൻസസ് ഇൻ ടീനേജ് അൺമാരീഡ് ഗേൾസ്. ഇതുപോലെ ഒരു ഇമോഷണൽ സപ്രഷൻ. അപ്പം ആ ഒരു സൈൻ, ഇപ്പൊ ഡിസ്മെനോറിയ ഉണ്ട്, പെയിൻ റേഡിയേറ്റ് ചെയ്യും, ബ്രസ്റ്റില് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇമ്മോറൽ റിലേഷൻഷിപ്പ് ഉണ്ട്, ഫെയിലുവർ ഓഫ് ലവ് ഉണ്ട്. അതുകൊണ്ടാണ് ആർക്കാ അഡോളസൻസിൽ അൺമാരീഡിലാണെങ്കിൽ ഇത്രയും ഇമ്മോറൽ ആക്ടിവിറ്റീസ് ഡെഫിനറ്റ്ലി ഇസ് ദ ബേസ്മെന്റ് ഓഫ് ദി ബ്രസ്റ്റ് പെയിൻ ബിഫോർ മെൻസസ്. കാര്യം സെക്ഷൽ ഹോർമോൺസ് സെക്ഷൽ പെർവേഷൻ സ്റ്റേജിലോട്ട് കൺവേർട്ട് ചെയ്ത് ലോക്കലൈസ് ചെയ്യുന്ന 2 ഓർഗനാണ് ഓവറി, യൂട്രസ് ആൻഡ് ബ്രസ്റ്റ് ഇൻ ഫീമെയിൽ ആൻഡ് പ്രോസ്റ്റേറ്റ് ഇൻ മെയിൽ. നമ്മൾ ഒരു 24 to 26 cc ആണ് അഡലസൻസിന്റെ 45 ഏജ് വരെയുള്ള നോർമൽ പ്രോസ്റ്റേറ്റ്. If it is developed below the 30, definitely some immoral suppressions without relaxation ഒരു ഹിസ്റ്ററി കാണും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കേസ് ഏത് കേസിൽ വന്നാലും നമ്മൾ അതിനെപ്പറ്റി വളരെ ആദ്യമായിട്ട് നമുക്ക് ആർഗ്യൂ ചെയ്യാം, ചോദിക്കാം. 100% or 85% കറക്റ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മളിവിടെ ഈ മൈഗ്രീനോ അല്ലെങ്കിൽ ലംബ് ബ്രസ്റ്റോ ഇല്ലെങ്കിൽ റെഗുലർ PCOD ഒക്കെ വരുമ്പം ഈ സിംറ്റം ഉണ്ടെങ്കിൽ നമ്മൾ അമ്മയും കൂടെ വിളിച്ചിട്ട് എക്സാമിനേഷൻ റൂമിൽ പറയും, ഇയാൾക്ക് ഒരു അൺവാണ്ടഡ് ലവ് അഫെയർ ഉണ്ടല്ലോ. അമ്മ ഞെട്ടിപ്പോകും. ഒരിക്കൽ പോലും അത് ഫെയിലിയർ ആയിട്ടില്ല ആ ക്വസ്റ്റ്യൻ. അത് ഹോമിയോപ്പതിക്കലി ഇറ്റ് ഈസ് എ വെരി 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 ഗുഡ് കൺഫർമേറ്റീവ് ടെസ്റ്റ്. അപ്പൊ അതുപോലുള്ള എക്സ്പീരിയൻസ് ആണ് ഇമോഷണൽ സപ്രഷൻസിൽ വരുന്ന ഔട്ട്വേർഡ് ഹോമിയോപ്പതിക് സിംറ്റംസ്. അതുകൊണ്ട് തന്നെ ലംബ് ബ്രസ്റ്റ്, പെയിൻ ഇൻ ബ്രസ്റ്റ് ബിഫോർ മെൻസസ്, റൂബ്രിക്സ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കിട്ടുന്ന 3-4 മരുന്നിൽ ഒന്ന് കൊണിയം, ഒന്ന് സ്റ്റാബിസാഗ്രിയ, ഒന്ന് തൂജ, ഒന്ന് നാട്രമോ. റൈറ്റ് ആണെങ്കിൽ പൈറ്റിലക്ക, ലെഫ്റ്റ് ആണെങ്കിൽ അസ്റ്റീരിയസിസ് റൂബെൻസിസ്. ഈ വിത്ത് ലിംഫഡിനൈറ്റിസ്, വിത്ത് വാസ്കുലാരിറ്റി കൂടെ ആണെങ്കിൽ എപ്പീസ്. വിത്ത് വാസ്കുലാരിറ്റിയുടെ കാര്യം സ്കാനിങ്ങിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ക്രോക്ലോറിയ നഡോസ ഇൻ സിബിലിറ്റിക് ബാക്ക്ഗ്രൗണ്ട്, നാട്രൈഡൈഡ് ഇൻ സൈക്കോട്ടിക്, സോറിക്കലാണെങ്കിൽ സിസ്റ്റസ് കനാഡൻസ്. ഇതാണ് എന്റെ കമ്പാരിറ്റീവ് മെറ്റീരിയൽ സ്റ്റഡി. ഈ ആപ്ലിക്കേഷനിൽ 90% നമുക്ക് ക്ലിയർ കിട്ടും. അപ്പൊ സ്റ്റൈസ് എന്ന് പറയുന്ന ഒരു സംഭവം ശരിക്കും ഇമോഷണൽ സ്ട്രെച്ച്. അപ്പൊ ആ 8 മാസം പ്രായമുള്ള കൊച്ചിൽ അത്ഭുതങ്ങൾ കാണിച്ച സ്റ്റാഫിയുടെ ചരിത്രത്തിനാണ് ഇമ്പോർട്ടൻസ്. അവര് പോലും അങ്ങനെ ചിന്തിച്ചില്ല. SATയിലുള്ള ഡോക്ടർമാർ പോലും അങ്ങനെ ചിന്തിക്കാൻ സാധിച്ചില്ല. ബട്ട് ഇറ്റ് ഈസ് ഓൺലി അവർ ക്രെഡിറ്റ് ആൻഡ് മെറിറ്റ് ഓഫ് ഹോമിയോപ്പതി ആൻഡ് സ്റ്റഡി ഓഫ് മെറ്റീരിയ ആൻഡ് പ്രോപ്പർ. ഓക്കെ, എനിത്തിങ് മോർ? നന്ദി ഡോക്ടറെ, വളരെ വളരെ നല്ല അറിവാണ് ഞങ്ങൾക്ക് കിട്ടിയത്. രമാദേവി മാഡം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്. സാറിനോട് വല്ലതും ചോദിക്കാനാണോ സാറേ? മാഡം ഞാൻ ഈ റിക്കറന്റ് അറ്റാക്ക് ഓഫ് അത് പറഞ്ഞില്ലേ, പണിക്കർ പറഞ്ഞു, സ്റ്റാബിസാഗ്രിയ പറഞ്ഞു. ഈ ജയറാം സാറാണോ ജയകുമാറാണോ എന്ന് നിശ്ചയമില്ല. റിക്കറന്റ് അറ്റാക്ക് ഓഫ് സ്റ്റൈസിന് എപ്പിസെഡ് 10 2 ഡോസ് കൊടുത്തിട്ട് ഫോളോഡ് ബൈ സ്റ്റാബിസാഗ്രിയ നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട് ഇത് പറയുന്നത്. പിന്നെ എനിക്ക് ഇത് പറയാനുള്ളത്, ലാപ്പാക്റ്റിയം ടിഞ്ചർ ടു 30 ആകുമ്പോഴത്തേക്കും ആ ഒരു റിക്കറൻസ് വളരെ ഇതായിട്ട് വരും. പിന്നെ ആ ലാപ്പ കൊടുക്കുമ്പോൾ അത് ഒരു തുള്ളി, ഒരു ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒരു തുള്ളി ഒഴിച്ചിട്ട് അതുകൊണ്ട് കണ്ണൊന്നിങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ പറയും ഞാൻ. ഈ റിക്കറന്റ് ആയിട്ട് ഈ സ്റ്റൈസ് വരണത്. അതുപോലെ തന്നെ അപ്പർ ഐലിഡിലാണ് വരണമെങ്കിൽ ഞാൻ പൾസാറ്റിലാണ് സാധാരണ കൊടുക്കാറുള്ളത്. എസ്പെഷ്യലി അവര് പറയാണ് വല്ല ഈ പോർക്ക് അങ്ങനെയുള്ള ഫാറ്റി സബ്സ്റ്റൻസ് തിന്നിട്ട് കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ വരണേ ഡോക്ടറെ എന്ന് പറയുകയാണെങ്കിൽ പൾസാറ്റില ഡെഫിനറ്റ് ആയിട്ടും വർക്ക് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈ റിക്കറന്റ് ആയിട്ട് അറ്റാക്ക് വരുന്നത് ഇപ്പൊ പണിക്ക് പറഞ്ഞ പോലെ
ശാസ്ത്രാഗ്രിയും തൂര്യൊക്കെ കൊടുക്കാം. ശാസ്ത്രാഗ്രിയ നമുക്കൊരു പ്രൊഫൈലാക്റ്റിക്കും ആയിട്ടും കൂടി കൊടുക്കാം. കാരണം അവർക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വരാതിരിക്കാനായിട്ട് ഒരു ആഴ്ച ഒരിക്കലോ അല്ലെങ്കിൽ 2 ആഴ്ച ഒരിക്കലോ നമ്മൾ ശാസ്ത്രാഗ്രിയ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ആ ഒരു ടെൻഡൻസി തന്നെ ഉണ്ടാവില്ല. പിന്നെ ഇനി ഒരെണ്ണം ഇത് എക്സ്റ്റേണൽ ആയിട്ട് ഞാൻ യൂഫ്രേഷ്യ പോലൊക്കെ തന്നെ എക്സ്റ്റേണൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു മെഡിസിനാണ് ഉപാസ് ടിഞ്ചർ. ഉപാസ് ടിഞ്ചറിനും ഇങ്ങനെയാണ്. ഈ ഡൾ ഒന്നാമത്തെ കാര്യം ഉപാസിന്റെ ആ പേഷ്യന്റ് കണ്ണ് നോക്കുമ്പോൾ ഒരു ഡൾനെസ് ആണ് കൂടുതൽ ഫീൽ ചെയ്യുക. അതിലേക്ക് ഇതുപോലെ തന്നെ അവർക്ക് കൺജങ്ക്റ്റിവിറ്റീസിനും ഇത് കൂടുതൽ ചാൻസ് ഉണ്ട്. പിന്നെ സ്റ്റൈസും വരാൻ ഇതുണ്ട്. സ്റ്റൈസ് വരുമ്പോൾ ഞാൻ ഈ ലാപ്പ ഒഴിക്കാൻ പറയുന്ന പോലെ ഒരു തുള്ളി 1 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ കണ്ണിലൊന്ന് സ്പ്രിങ്കിൾ ചെയ്യാൻ പറയും. അപ്പൊ അവർക്ക് വളരെ നല്ല ഒരു കാഴ്ച കിട്ടിയ പോലെ തോന്നി ഡോക്ടറെ എന്ന് പറയാറുണ്ട്. ഇതൊക്കെയാണ് എനിക്ക്. പിന്നെ സാധാരണ ഇപ്പൊ ഡോക്ടർ പറഞ്ഞ പോലെ എല്ലാം സാധാരണയായിട്ടുള്ള മെഡിസിൻസ് തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ ഇമോഷണൽ സ്ട്രെസ് വരുമ്പോ നമുക്ക് ഡോക്ടർ അമ്പാടി ഡോക്ടർ പറഞ്ഞതിനകത്ത് ഉള്ള ജനറൽ ഫൈൻഡിങ് ശ്രദ്ധിച്ചാൽ കിട്ടുമല്ലോ. കാര്യം മുഴുവൻ സൈക്കോട്ടിക് മെഡിസിൻസ്. അതെ, അതാണ് എപ്പിസൈറ്റിക് പൾസാല സൈക്കോട്ടിക് ആണ്, തൂജ സൈക്കോട്ടിക് ആണ്, ഉപാസം സൈക്കോട്ടിക്. അപ്പൊ ഒരു സപ്രഷൻ ഓഫ് ഗ്രീവ്സ്, റിസർവ്ഡ് ഗ്രീവ്സ്, ലേണിംഗ് സ്റ്റോപ്പ് റിക്രൂഷൻ ഓഫ് സം ഗ്ലാൻസ്. ഇൻഡ്യൂറേഷൻ ആണല്ലോ, ഒരു ഇതാണല്ലോ, ബോയിലല്ലേ പണിക്കല്. അപ്പൊ പിന്നെ എന്തായാലും ഇതായിരിക്കും. അതുകൊണ്ടാണ് തൂര്യൊക്കെ നമുക്ക് നല്ലോണം വർക്ക് ചെയ്യാൻ പറ്റുന്നത്. അതാണ് അതിന്റെ കാര്യം. അപ്പം ഒരു മയാസ്മാറ്റിക് സ്റ്റഡി വിത്ത് ഡിസീസ് ടോട്ടാലിറ്റി, സിംറ്റോമാറ്റിക് ടോട്ടാലിറ്റി, ഇത് 3 കൂടെ കൂടുമ്പോൾ ക്യൂർ വരുമെന്ന്. ഇനി ഈ വയസ്സിൽ പഠിക്കാൻ പറ്റുമോ എനിക്കൊക്കെ? എന്റെ ഡോക്ടറെ, ഈ വയസ്സിൽ നമ്മളൊക്കെ ഇത് പഠിക്കുമല്ലേ ഡെയിലി ഇരുന്ന്. 10 to 11 നമ്മൾ ഡെയിലി 1 മണിക്കൂർ. ഇപ്പൊ കാര്യം ഭയങ്കര ഇൻട്രസ്റ്റാ. എന്റെയൊക്കെ ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ എന്റെ സ്വാമി എനിക്ക് തരുന്ന ഒരു കാര്യം, ഞാൻ ഇന്ന് രാത്രി എനിക്ക് ഇൻഡ്യൂഷൻ പോലെ ഒരു റെയർ മെഡിസിൻ പഠിച്ചാൽ നാളെ ആ ഒരു പേഷ്യന്റ് എന്റെ മേശപ്പുറത്ത് ഭയങ്കര കാര്യം. ഒരു ഹോമിയോപ്പതിയുടെ ഒരു തലം, ഒരു മെന്റൽ ശരിക്കും ഡെഫിനറ്റ് ബ്ലസ്സിംഗ് ആണ്. അത് റെയർ പെക്യൂലർ. അതെ, അത് നമ്മുടെ അത് എനിക്കും അങ്ങനെ പല പ്രാവശ്യം എനിക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും നാച്ചുറൽ തന്നെയാണല്ലോ അത് കൊണ്ട് തന്നേക്കണേന്ന്. പിന്നെ ഡെഫിനറ്റ്ലി ഞാനേ അത് ഉപയോഗിക്കാൻ പറ്റിയ ഒരു പേഷ്യന്റ് വരും നമുക്ക്. അത് നമ്മൾ കാത്തിരിക്കുന്ന പോലെ നമ്മൾ പഠിപ്പിച്ചിട്ട് നമ്മൾ ആ പാത്ത് വേലൊന്ന് പെട്ട് നിൽക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ആ ക്യൂർ ഒന്നും നമ്മൾ പങ്കിടാതെ ആക്കിയാ മതി. ഗ്രേറ്റ്ഫുൾ, വി ഷുഡ് ബി ഗ്രേറ്റ്ഫുൾ. നമ്മുടെ ഗ്രേറ്റ്ഫുൾനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നാച്ചുറൽ തന്നെ നമുക്ക് ഇങ്ങനെയുള്ള അവസരങ്ങൾ തരുന്നത്. പിന്നെ തീർച്ചയായിട്ടും മോർ ഗ്രേറ്റ്ഫുൾ. അതെ. എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ഒരു അനുഭവം ഞാൻ പറഞ്ഞത്. ഞാന് ടർബോഗ്രി, Solanin Turbo-Agri is a specific and definite acting medicine in the intestine. It causes polyp intestine, tumor intestine, thickening of intestine, okay, mucus outlet, even in throat പോലും, ഇനിയും വജൈനൽ ഓറിഫൈസിൽ പോലും ഒക്കെ എവിടെയാണെങ്കിലും സ്ട്രിക്റ്റർ യൂറിത്രയിൽ പോലും വളരെ എഫക്റ്റീവ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു പോളിക്രസ്റ്റ് മെഡിസിൻ ആണ് സൊളാനം ടെർബോ അഗ്രി. കീനോട്ടിലുള്ളതാണ് മെഡിസിനെ. അപ്പൊ ഇത് നമ്മൾ കൊടുത്ത് പിന്നെ ഒരു ലേറ്റസ്റ്റ് ന്യൂ ജനറേഷൻ മെഡിസിൻ ഉണ്ട്, ബ്രൂസെല്ല മെറ്റും ബ്രൂസെല്ല സൾഫും. ബ്രൂസെല്ല മെറ്റ് കൊടുക്കുന്നത് ലിവറിലാണ്, സൾഫ് കൊടുക്കുന്നത് ഇൻറ്റസ്റ്റൈനിലാണ്. രണ്ടും മ്യൂക്കസ് ഔട്ട്ലെറ്റിലും മ്യൂക്കസ് മെംബ്രെയിനും ഫൈബറസ് മ്യൂക്കസിലും ആക്ട് ചെയ്യുന്ന മെഡിസിൻ. അപ്പൊ ഇത് രണ്ടും കൊടുത്തിട്ട് എനിക്ക് ഒരു സാറ്റിസ്ഫൈഡ് കിട്ടാതെ ഞാൻ അതിനെപ്പറ്റി കുറെ ദിവസം കൊണ്ട് ചെയ്ത് എന്റെ ഗോഡസിനോടൊക്കെ ചോദിച്ച് ഞാൻ അതിനു വേണ്ടി ഭയങ്കരമായിട്ട് വർക്ക് ചെയ്ത്. ഇപ്പൊ ഞാൻ എന്റെ ഒരു ക്ലോസ് ഫ്രണ്ട്, നല്ല പോസ്റ്റ് പ്രാക്ടീസ് ഉള്ള സുൽത്താൻ അക്ബർ ഷാ എന്ന് പറഞ്ഞ മദ്രാസിലുണ്ട്, എന്റെ ക്ലാസ്മേറ്റ്. ഞാൻ ഷായെ വിളിച്ചു ചോദിച്ചിട്ട് ഷായെല്ലാം പറയുന്നതൊക്കെ ഇത് തന്നെ, കാൽക്കേറിയ ഫ്ലൂറും തൂജ മെഡോറിനും ഒക്കെ. അപ്പൊ അതല്ലാതെ ഒരു സ്പെസിഫിക് മെഡിസിൻ കിട്ടുന്നില്ല. അപ്പൊ ഞാൻ അങ്ങനെ ഇരുന്നപ്പോ എനിക്ക് ടാറ്റ എന്ന് തോന്നി. ഞാനൊരു ടീ എടുത്ത് ടീയിൽ കുറെ വായിച്ച് ഒരു 2 ആഴ്ച ഞാൻ വർക്കൗട്ട് ചെയ്തപ്പോ എനിക്കൊരു മരുന്ന് കിട്ടി, ടാനിക് ആസിഡ്. ടാനിക് ആസിഡ് ഞാൻ വരുത്തി എന്റെ ആശുപത്രി 1.5 കൊല്ലമായിട്ട് വെച്ചിട്ടുണ്ട്, 12 എണ്ണം.
പക്ഷെ ഞാൻ ഉപയോഗിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഈ ടാനിക് ആസിഡ് സന്തോഷം രാവിലെ വന്നപ്പം സത്യം ഈ പറയുന്നത് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് RCC ന്ന് ഒരു മെറ്റുണ്ടായി, റെക്ടൽ ക്യാൻസറിൽ മെറ്റുണ്ടായി, മൾട്ടി ലെവൽ മെറ്റായി, ലിവറിലുണ്ട്, കംപ്ലീറ്റ് അവരുടെ യൂട്രസ് ഒക്കെ നേരത്തെ ക്യാൻസർ വന്ന് എടുത്തു കളഞ്ഞു മെറ്റ് വന്നിട്ട്. അപ്പൊ അവർക്ക് ഓപ്പറേഷൻ വീണ്ടും പറഞ്ഞിട്ട് ഓപ്പറേഷൻ ചെയ്യാൻ ഡോക്ടർമാർക്കും ബുദ്ധിമുട്ട്, റേഡിയേഷൻ അവർ താങ്ങുന്നില്ല, മലം പോകാൻ ഭയങ്കര പാട്. അടുത്ത ആഴ്ച മലം പോക്ക് അറസ്റ്റ് ചെയ്യും, അപ്പൊ അന്ന് ഓപ്പറേഷൻ ചെയ്യണം. പക്ഷെ അതൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് ആണ്, നിങ്ങൾ അത്രയും സൗകര്യമുള്ള ഒരു സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകാൻ ഈവൺ RCC അഡ്വൈസ് ചെയ്ത ഒരു കേസ് തിരക്ക് പിടിച്ച് എൻ്റെ അടുത്ത് രാവിലെ വരുക. എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റിയില്ല. ബട്ട് എന്റെ ടാനിക് ആസിഡ് അത്ഭുതങ്ങൾ ചെയ്തു തന്നു. അപ്പൊ അവർക്ക് സുഖമായിട്ട് ഞാൻ അതിന്റെ കൂടെ വെർജിൻ കോക്കനട്ട് ഓയില്, കാസ്കര സാഗര, അത് നല്ല ഒരു ലാക്സേറ്റീവാ. ഒരു സ്പൂൺ വെർജിൻ കോക്കനട്ട് ഓയിൽ 10 തുള്ളി കാസ്കര സാഗര കൊടുത്താല് റെക്ടൽ ക്യാൻസറില് കോൺസ്റ്റിപ്പേഷൻ കുറയുമെന്ന് എഴുതിയിട്ടുണ്ട്. കാസ്കര സാഗരയിൽ എഴുതിയിട്ടുണ്ട്. അപ്പൊ കാസ്കര സാഗരയിലും ഞാൻ കൊടുത്ത് ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ നോർമൽ, നല്ല നോർമൽ സ്റ്റൂൾ പോകുന്നു. 10 ദിവസമേ ഉള്ളു ആക്ഷൻ. അപ്പം നമ്മള് ആ ഒരു ഡിവൈൻ പാത്വേയില് നമ്മുടേതായ ഈഗോസ് ഇല്ലാതൊക്കെ സറണ്ടർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു അത്ഭുതങ്ങൾ, ഞാൻ അനുഭവങ്ങൾ എഴുതി വെക്കണമെന്ന് ഓർത്തിരിക്കുക. അടുത്ത തലമുറയ്ക്ക് വേണ്ടി. അല്ലാതെ നമ്മൾ കുറെ മെറ്റീരിയൽ മെഡിക്കൽ പഠിച്ച് കുറെ മരുന്നും മരുത്തി വെച്ചാലൊന്നും ഹോമിയോപ്പതിയിലും ആയുർവേദത്തിലും ഒന്നും അത്ര എളുപ്പമല്ല. അതൊരു ഇൻഡ്യൂഷൻ ആണ്. ഒരു ഡെഫിനറ്റ്ലി കഴിവെന്ന് നമ്മൾ പറയാനില്ല ഡോക്ടർ. ഇതൊക്കെ ഈ ഹോമിയോപ്പതിയിൽ ഒത്തിരി 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 ഇപ്പം ഡോക്ടർ നേരത്തെ പറഞ്ഞ ഭദ്രാമ്മ ഡോക്ടറുടെ ഒക്കെ ആ ഒരു കിട്ടിയത് നമ്മുടെ അറിവിന്റെ കൂടെ കൂട്ടുക, ഇല്ലാതെ തഴയുന്നില്ല. അതൊരു വലിയ അനുഭവമല്ലേ. അങ്ങനെ കാണാൻ ഇപ്പോഴത്തെ ജൂനിയേഴ്സിന് കഴിയുവാണെങ്കിൽ അവരൊക്കെ രക്ഷപ്പെടും. പക്ഷെ അതില്ല, പലർക്കും ഇല്ല, പലരും അത് സ്പെയർ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു സ്റ്റഡി മേടി ഇപ്പൊ ഇവര് തന്നെ ഇങ്ങനെ ISPH ഒക്കെ ഇത് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇത്രയും കൂടുതൽ ഒരു വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ വേദിയിൽ എല്ലാരും മനസ്സുറക്കുക. അങ്ങനെ ഒരു വേദി ഉണ്ടാകട്ടെ, നന്നാകട്ടെ, ഉൾക്കൊള്ളാൻ പറ്റുന്നവരൊക്കെ രക്ഷപ്പെടട്ടെ, അല്ലേ ഡോക്ടറെ? അതെ, അത് തന്നെയാ പണിക്കരെ. നമ്മളൊന്നും പഠിക്കുമ്പോ ഇത്രയും ഫെസിലിറ്റി ഇല്ല. എന്നിട്ടും നമ്മളൊക്കെ വലുതും ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്മുടെ അനുഗ്രഹവും നമ്മുടെ നമ്മുടെ ആ ഒരു എന്താ പറയുന്നത്, നമ്മുടെ പരിശ്രമവും എല്ലാമാണ്, അല്ലേ? അതെ അതെ അതെ. ഇവർക്കൊക്കെ എന്ത് സുഖം, ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് സുഖം. പക്ഷെ എല്ലാരും ഹോമിയോപ്പതിയെ അങ്ങോട്ട് ഉൾക്കൊള്ളുന്നില്ല. ഇപ്പൊ തൃശ്ശൂരത്തെ സെമിനാറിനകത്തൊക്കെ 100 പേരുണ്ടായിരുന്നെങ്കിൽ 85 പേര് പെണ്ണുങ്ങളും ബാക്കി പുരുഷന്മാരും മാത്രമേ ഉണ്ടായിരുന്നു. ഈ കഴിഞ്ഞ സൺഡേ എന്റെ ഒരു സെമിനാർ ഉണ്ടായിരുന്നു. അപ്പം ഈ സ്ത്രീകളെ സംബന്ധിച്ചോളം നിങ്ങളൊക്കെ അതിനകത്ത് എണ്ണപ്പെട്ട ഹാർഡ് വർക്കും നിങ്ങളുടെ ഫാമിലിയുടെ ഒരു സപ്പോർട്ടും ഒക്കെ കൊണ്ട് വളർന്നവരാ. ഇല്ലെങ്കിൽ ഫീമെയിൽസ് ഡോക്ടർമാർക്ക് വലിയ പാടാ പ്രൊഫഷനെ വലുതാക്കാൻ. കാര്യം അവരുടെ ബാധ്യതകള്, കുടുംബം, അല്ലേ? അതിനകത്ത് ഒരു അമ്പാടി ഒരു ഭദ്രയൊക്കെ ജനിച്ചു എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു ജന്മ സുഹൃതം. പിന്നെ പാർട്ട്നേഴ്സിന്റെ സപ്പോർട്ടും. അതെ അതെ അത് ഇല്ലാതെ പറ്റില്ല ഡോക്ടറെ. അതെ, അവരുടെ സപ്പോർട്ട് വേണം. ഞാനിപ്പോ എന്റെ ജൂനിയേഴ്സ് ഡോക്ടർമാരോടൊക്കെ പറയുന്നത്, കല്യാണം കഴിച്ച് വീട്ടിൽ ചെല്ലുമ്പോ അമ്മായിയപ്പന്റെ അമ്മായിയമ്മയുടെയും മയാസം കണ്ടുപിടിക്കുക, കോൺസ്റ്റിറ്റ്യൂഷൻ കണ്ടുപിടിക്കുക, അവരെ പ്ലീസ് ചെയ്യുക, അവർക്ക് മരുന്ന് കൊടുത്ത് അവരുടെ കേസ് ക്യൂറാക്കിയാല് നിങ്ങൾക്ക് കൺസൾട്ട് ചെയ്യാനും നിങ്ങളുടെ പേരും പള്ളിയിൽ പോകുമ്പോഴും അമ്പലത്തിൽ പോകുമ്പോഴും അവര് തന്നെ പറഞ്ഞു പരത്തി നിങ്ങൾ വലുതാക്കും. എന്റെ ജൂനിയേഴ്സിന് കിട്ടിയിട്ടുള്ള ഒത്തിരി നന്മയാണ്. എന്റെ അവസരനിശ്ചയൊക്കെ ചെയ്തിട്ടുള്ളവർക്ക് ഇത് അഡാപ്റ്റ് ചെയ്യുമ്പോൾ അവര് കുടുംബത്തിൽ വേണ്ടപ്പെട്ടവരാകും. ഇല്ലോ ഭേദമില്ലാതെ സ്നേഹിക്കും. അപ്പൊ അതിന് മെനക്കെടണം. സാറേ, ടാനിക് ആസിഡിന്റെ പൊട്ടൻസി ചോദിച്ചിട്ടുണ്ടേ. ഏതാ സാറേ? ടാനിക് ആസിഡ് 0.3 ടോയ്സ് ഡെയിലി. ആസിഡ് അല്ലേ, ഡീപ് ആക്ടിങ് ആസിഡാ, ഓർഗാനിക് ആസിഡാ. അത് കൂടിപ്പോയി കഴിഞ്ഞാൽ കുളമായി പോകും. അപ്പൊ 0.3 3 times ഡെയിലി ഫോർ ഒരു 1 month. സിംറ്റംസ് റിലീഫ് കിട്ടിക്കഴിഞ്ഞാല് പിന്നെ നമ്മൾ കൊടുക്കണമെന്നില്ല. എന്നിട്ട് നമ്മൾ സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യണം.
ഓക്കെ ഡോക്ടറെ, അങ്ങനെ സ്റ്റൈസ് നമ്മൾ അവസാനം ക്യാൻസറിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് എത്തിച്ചില്ലേ? ക്യാൻസർ വരെ എല്ലാം എന്തായാലും നല്ലൊരു അനുഭവമായി. അത്രയും കാര്യങ്ങൾക്ക് നമുക്ക് അറിവ് കിട്ടിയല്ലോ സാറേ. ഇനി ആരെങ്കിലും സ്റ്റൈസിനെ കുറിച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്നതാണ്. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാവുന്നതാണ്. പുതിയ അനുഭവങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ സ്പെയർ ചെയ്യാം അല്ലേ? അതെ, ദീപ പ്രകാശ് ഡോക്ടർ, അതുപോലെ തന്നെ ഷഫീഖ് ഡോക്ടർ, ഇവരൊക്കെ ഒന്ന് സംസാരിക്കും. പറഞ്ഞോ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാവുന്ന രീതിയിലാണ് ഇപ്പം. ഡോക്ടറെ, ഞാനൊരു ഡൗട്ട് ചോദിച്ചോട്ടെ? ആ ഡോക്ടർ മധുസൂദൻ ഡോക്ടറെ, സ്റ്റൈസും ഡയബറ്റിക്കുമായിട്ട് എന്തെങ്കിലും റിലേഷൻ ഉണ്ടോ? പൈൽസോ? ഡയബറ്റീസുമായിട്ട് ഡയബറ്റീസുമായിട്ട് എന്തിനു റിലേഷൻഷിപ്പ് ഉണ്ടോന്ന്? സ്റ്റൈസ് റിക്കറന്റ് ആയിട്ട് സ്റ്റൈസ് വരുന്നതും അവര് ഉണ്ടല്ലോ ഡോക്ടറെ. ഇപ്പൊ നമ്മൾ ആസിഡ് ഗ്രൂപ്പിൽ പഠിച്ചില്ലേ, പ്രൊലോങ്ഡ് ഇമോഷണൽ സ്ട്രെസ്, പ്രൊലോങ്ഡ് ടോർച്ചറിങ് ഫ്രം ദോസ് ഹു പ്രൊട്ടക്ട് ദെയർ ഫാമിലി എന്ന് പറഞ്ഞാൽ വളർത്തച്ഛൻ, ഇല്ലെങ്കിൽ അച്ഛന്മാര് തന്നെ, ഇല്ല അങ്കിൾമാര് തന്നെ, ഇല്ലെങ്കിൽ മക്കളെ നാട്ടിലാക്കിയിട്ട് പുറത്തു പോകുന്ന അച്ഛനും അമ്മയും അപ്പൂപ്പന്റെ അമ്മമ്മയുടെ അങ്കിളിന്റെയും കൂടെയൊക്കെ ജീവിക്കുന്നവര്, ഡ്രൈവർമാരെ ഡിപ്പെൻഡ് ചെയ്ത് അവരുടെ ലൈഫ് കൊണ്ടുപോകുന്നവര്, ശ്രദ്ധിക്കാൻ പറ്റാത്തവര്, വക്കീലന്മാര്. ശരിക്കും ജോർജ് വിത്തൽകോഷ് പറഞ്ഞ ഒരു കഥ ഞാനിപ്പോ പറഞ്ഞുതരാം. ഈ കഴിഞ്ഞ ദിവസം വിത്തൽകോഷിന്റെ കാഴ്സിനോസിൻ ക്ലാസ്സിൽ കേട്ടൊരു കാര്യം, ഗൈനക്കോളജിസ്റ്റായ അമ്മ, ജഡ്ജിയായ അച്ഛൻ, രണ്ടുപേരും തമ്മിൽ കോൺഫ്ലിക്റ്റും, രണ്ട് സൈസേഴ്സ്. അവിടെ ഒരു ശങ്കരേട്ടൻ എന്ന് പറഞ്ഞ വളർത്തച്ഛനുണ്ടായിരുന്നു. അദ്ദേഹം പശുവും കെട്ടും പാലും എടുക്കും, ഈ കുട്ടിയെ നോക്കും. അപ്പം ശങ്കരേട്ടൻ ഇവന്റെ വളരെ പെറ്റായി. നിർഭാഗ്യവശാൽ അവരുടെ വീട്ടിൽ നിന്ന് ഒരു 6 പവന്റെ സ്വർണം കളവ് പോകുന്നു. കളവ് പോയപ്പം ഈ ജഡ്ജ് വളരെ സ്ട്രിക്റ്റ് ആണ്. അപ്പൊ ജഡ്ജ് ആദ്യം നിഗമനം ഉണ്ടാക്കിയത് ശങ്കരേട്ടൻ എടുത്തെന്നാണ്, അല്ലാതെ വേറെ സാധ്യതയില്ല. അത് മോനപ്പം 1 തൊട്ട് 12ാം ക്ലാസ്സിൽ പഠിക്കുക. അവൻ ആകെ ആശ്രയമുള്ളത് ശങ്കരേട്ടന്റെ ഒരു ആശ്രയമാണ്. ഇവർക്ക് ആർക്കും നേരമില്ല. അങ്ങനെ അവനിൽ ഈ കാഴ്സനോജനിക് പ്രോസസ്സ് വളർന്ന് അവനെ രക്ഷിക്കേണ്ടവരിൽ നിന്നും അവർക്ക് അവഗണന, പ്രൊലോങ്ഡ് ആയിട്ടുള്ള കെയർലെസ്നെസ്, പിന്നെ ജഡ്ജസിന്റെ സ്ട്രിക്റ്റ്നെസ്, അമ്മയ്ക്ക് ലാളിത്യമുണ്ട് പക്ഷെ കൊടുക്കാൻ സമയമില്ല, തിരക്ക്. അങ്ങനെ വളർന്ന് ആശനികയപ്പം ഈ ശങ്കരേട്ടനെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. അപ്പൊ അവൻ കരഞ്ഞു പറഞ്ഞ്, ശങ്കരേട്ടൻ എൻ്റെ അച്ഛനെന്ന ആ കുട്ടി പറയുന്നത്. അപ്പൊ ആ കുട്ടി ഇവരോട് പറയുന്നുണ്ട്, ശങ്കരേട്ടനെ ചെയ്യത്തില്ലെന്ന് പറഞ്ഞിട്ട് അയാൾ സമ്മതിച്ചില്ല. കേസ് കൊടുത്ത് അയാളെ 10 വർഷം കഠിനാനുസരിച്ച് ജയിലിൽ പോയ അന്ന് അവന്റെ ബെഡ്റൂമില് ഫാനില് അച്ഛന്റെ വേഷം കെട്ടിച്ച് വലിയൊരു പാവം മേടിച്ചിട്ട് വന്നിട്ട് അച്ഛന്റെ കോട്ടും പാന്റും ടൈയും കെട്ടി ജഡ്ജിന്റെ ഓവർകോട്ട് ഇട്ട് തലയിലും വെച്ചിട്ട് അവന്റെ ബെഡ്റൂമിൽ ആ വക്കീലിനെ തൂക്കിക്കൊന്നു. അതാണ് ടിപ്പിക്കൽ കാഴ്സിനോസിൻ എന്ന് പറഞ്ഞത്. അപ്പൊ ഒരു ഇമോഷണൽ സ്ട്രെസ്, അത്രയും കൾച്ചറുള്ള റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിലെ ഒരു കുട്ടി സർക്കംസ്റ്റൻസും ഉണ്ട്, ജീവിതത്തിലെ അനുഭവങ്ങൾ റിവേഴ്സും അനുകൂലമായിട്ടുള്ള ലോസും ലവും കെയറും ഒക്കെ നഷ്ടപ്പെടുന്നുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ. അതാണ് കാഴ്സിനോസിനെ പറ്റി അദ്ദേഹം പറഞ്ഞ ഒരു കഥയാണ്. അദ്ദേഹം പറഞ്ഞ വേറൊരു കഥ ഈ അവസരത്തിൽ ഞാൻ പറയുക. നമ്മുടെ അയോസിയാമസിന് സെക്ഷൽ എക്സ്പോഷർ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഇരിക്കുമ്പോഴും കിടക്കുമ്പോഴും നിൽക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിലൊക്കെ ആ ലാസിഡസ് തോട്ട്സ് അത്രയും ഇൻഫ്ലുവൻസ് ഉണ്ടാക്കുക. അതിന്റെ 3rd സ്റ്റേജ് ഓഫ് അയോസിയാമസിൽ ഒരു മാനിയാക്കൽ സ്റ്റേജ് വരുന്നപ്പം അവനെ അൺവാണ്ടഡ് ആയിട്ട് റോഡ് സൈഡിൽ ഇരുന്ന് എക്സ്പോസ് ചെയ്ത് എന്ന് പറഞ്ഞിട്ട് അടുത്തുള്ള ഒരു റിട്ടയർഡ് ലെക്ചർ ഫീമെയില് അവനെ പോലീസ് പിടിപ്പിച്ചു. പോലീസുകാര് അവന് വാണിംഗ് കൊടുത്ത് 2 അടിയൊക്കെ കൊടുത്ത് വിട്ടു. അപ്പൊ അവൻ ചെയ്തത്, ഈ ലെക്ചർ വീട്ടിൽ രാവിലെ ഇറങ്ങി വരുന്ന മതിലിന്റെ മുകളിൽ കയറുന്ന അവന് ഇതൊന്ന് കാണിക്കണം. അവന്റെ മെന്റലിന്റെ പിക്ചർ അതാ. അവൻ മുകളിൽ നിന്ന് താഴോട്ട് മൂത്രമൊഴിച്ചു. അപ്പൊ ഇവര് തിരിച്ചു വന്ന് ഇവരുടെ മേത്ത് മൂത്രം വേണമപ്പോ അവര് നേരെ നോക്കി ഇതെല്ലാം കണ്ട് അവൻ അത്ര എക്സ്പോസ് ചെയ്യുന്നു. അവന്റെ റിവെഞ്ചിന്റെ മോഡ്, അവന്റെ റിവെഞ്ചിന്റെ അയോസിയാമസിന്റെ ടോപ്പ് ലെവൽ മാനിയ. എത്ര സുഖ ഇങ്ങനെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അയോസിയാമസിന് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകത്തില്ലേ, കാഴ്സിനോസിന് പെട്ടെന്ന് മനസ്സിലാകത്തില്ല.
അപ്പൊ അങ്ങനെയാണ് ഇമോഷണൽ സ്ട്രെസ് സ്റ്റാഫിയിലും ഇമോഷണൽ സ്ട്രെസ് കൊണ്ടുണ്ടാകുന്ന പതോളജി നമ്മൾ പഠിച്ചാൽ പെട്ടെന്ന് എളുപ്പം, ഒരിക്കലും മിസ് ചെയ്യത്തില്ല. ഇറ്റ് ഈസ് മൈ എക്സ്പീരിയൻസ്. അതുകൊണ്ട് ആസിഡ് പോസ് നമുക്ക് പെട്ടെന്ന് കിട്ടും. അതുകൊണ്ടാണ് ഡയബറ്റീസിന്റെ പതോളജി ആസിഡ് പോസ് ഡെവലപ്പ് ചെയ്യുന്നത്. അങ്ങനെ ഉണ്ടാകും. ഇപ്പൊ മിണ്ടാതായി പോകുന്ന 2 കോൺസ്റ്റിറ്റ്യൂഷൻ അസിബിലിറ്റിക്ക് തന്നെ ഇപ്പൊ നമ്മൾ കറക്റ്റ് ചെയ്ത് വരുമ്പം ക്ലോസ് മൗത്തഡ് അക്യൂട്ട് സ്റ്റേജ് സൾഫറും ക്രോണിക് സ്റ്റേജിൽ വരാൻ പറ്റുക. മെന്റൽ ലെവല്, ഫിസിക്കൽ ലെവലിലാണെങ്കിലോ ആസിഡ് പോസ് അല്ലെങ്കിൽ ആസിഡ് ഗ്രൂപ്പിൽ വരും. അതിന്റെ ഡീറിനേഷൻ ബേസ് ബ്രെയിനിലാണെങ്കിൽ പിക്രിക് ആസിഡ് വരും. മ്യൂക്കസ് ഔട്ട്ലെറ്റിലാണെങ്കിൽ മുറിയാറ്റിക് ആസിഡും ആസിഡ് നൈട്രിക്കും വരും. ബോഡി സ്ട്രക്ചറിലാണെങ്കിൽ സ്റ്റില്ലിഞ്ചിയുള്ള മരുന്നിന്റെ ബേസ് ആയിട്ട് എക്ലാലേവ വരും, ഓറമെറ്റ് വരും. അങ്ങനെ ഒരു കൺസേൺഡ് ആയിട്ടുള്ള പതോളജിക്കൽ ഡെവലപ്മെന്റ് റിലേറ്റ് ചെയ്തിട്ട് ആസിഡ് ഗ്രൂപ്പിൽ തന്നെ 26 ആസിഡ് പ്രൂവ് ചെയ്തിരിക്കുക ആനിമൽ. അപ്പൊ അതിന്റെ പതോളജി ഡെവലപ്മെന്റ് ആസിഡിൽ തന്നെ നമ്മൾ കൺവേർട്ട് ചെയ്യാം. ഇപ്പൊ ക്യാൻസർ ചികിത്സയിലൊക്കെ നമുക്ക് കിട്ടുന്ന ഗ്രൂപ്പും എല്ലാത്തിനും അയഡത്തിന്റെ ഒരു ക്യാരക്ടർ എന്താ? അയഡത്തിന്റെ ഒരു ക്യാരക്ടർ നമ്മളിപ്പോ ഗോയിറ്റർ. അപ്പൊ ഗോയിറ്ററിൽ റൈറ്റ് സൈഡഡ് ആണ് മെർസോൾ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ മെർക്ക് അയഡേറ്റം ഫ്ലേവം കൊടുത്താൽ മതി. ലെഫ്റ്റ് സൈഡിലാണെങ്കിൽ മെർക്ക് അയഡേറ്റം റൂബറും കൊടുത്താൽ ഇറ്റ് വിൽ ആക്ട്. ബോത്ത് സൈഡിലാണെങ്കിൽ മെർക്ക് അയഡൈഡ്. റൈറ്റ് സൈഡിന് മോർ ആണെങ്കിൽ ബോണിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്, അകത്ത് ത്രോട്ടിൽ എഫക്ട് ചെയ്തിട്ടുണ്ട്. ത്രോട്ടിലെ മ്യൂക്കസ് ഔട്ട്ലെറ്റിലാണെങ്കിൽ മെർക്ക് സൾഫ്, അതിന്റെ കാർട്ടിലേജിനസിനകത്താണെങ്കിൽ മെർക്ക് സിലിക്കേറ്റം. അങ്ങനെ മെർസോളിന്റെ കൂടെ നമ്മൾ പഠിക്കുന്ന പതോളജിക്കൽ ഇൻഫ്ലേഷനുള്ള നമ്മുടെ മെഡിസിൻ സാമൂഹ്യമാൻ കൂട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെ 5000-ൽ പരം മരുന്നാണ് വിൽമർ ഷോബയുടെയും അതിന്റെ ഒരു ഇരട്ടി മരുന്ന് സെന്റ് ജോർജിന്റെയും ആൽഫബറ്റിലുണ്ട്. നമ്മളിതൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് എന്തിനാണെന്ന് പോലും നമ്മൾ 49 കൊല്ലം പ്രാക്ടീസ് ചെയ്ത് തിരിഞ്ഞു നോക്കുന്നില്ല, പഠിക്കുന്നില്ല. അങ്ങനെ പഠിച്ചു വരുമ്പോഴാണ് ഇതിന്റെയൊക്കെ ഉദ്ദേശം, എന്തിനാണ് സാമുവൽ ഹനുമാൻ ഇങ്ങനെ ചെയ്തിരിക്കുന്നതെന്ന് മനസ്സിലാകും. ഓക്കെ ഡോക്ടർ, താങ്ക് യു. ഏ ഡോക്ടറുടെ മറുപടി കേട്ട് ഇങ്ങനെ അന്തം വിട്ടിരിക്കുക, അത്ര അല്ല, ഞാൻ പറയുന്നത് ഞാൻ പ്രാക്ടിക്കലായിട്ടുള്ള നമ്മുടെ ഇതിന്റെ ഒരു വിശാലത, ഒരു തെറാപ്പറ്റിക് കുട്ടൻസുകളാണ്. ഞങ്ങളൊന്നും ഇനി ഈ ലെവലിൽ എത്തത്തില്ലടോ. നിങ്ങളൊക്കെ മനസ്സിലുണ്ടോ? ഇപ്പോഴും 9:45 ഇതും വെച്ചോണ്ടിരിക്കാനുള്ള ഒരു മനസ്സുണ്ടോ? ഡെഫിനറ്റ്ലി വി ക്യാൻ അച്ചീവ്. പിന്നെ തീർച്ചയായിട്ടും നിങ്ങളൊക്കെ ഉണ്ടാകും സന്തോഷമായിട്ട്. ഇപ്പൊ ഇതിനൊക്കെ നിങ്ങളെപ്പോലുള്ളവരൊക്കെ ഡോക്ടറുടെ ഒരു ബ്ലെസ്സിംഗ് ആയിട്ട് ഞാൻ എടുക്കുക. താങ്ക് യു. അല്ല, നമ്മളൊക്കെ ഇങ്ങനെ കഥാകഥനം ചെയ്യുമ്പോ ഇത് കേൾക്കാനും ഇത് റിവിഷൻ പെറ്റീഷൻ തരാനും ഡിസ്കസ് ചെയ്യാനും ഒക്കെ നിങ്ങൾക്കൊരു മനസ്സുണ്ടെങ്കിൽ ഞങ്ങൾക്കൊക്കെ സന്തോഷമാണ്. അപ്പൊ അതുകൊണ്ട് ക്രോണിക് കോൺസ്റ്റിപ്പേഷന് ഏത് കൊടുക്കുന്നു? ക്രോണിക് ഡോക്ടർ ഒരു കാര്യം ചെയ്താൽ ഇപ്പം നമ്മൾ ഡെഫിനറ്റ്ലി കണ്ടെത്തിയിരിക്കണം, പൊതിച്ചിട്ട് പാരിടും, ചായ ചൂട് കഴിയും, വിയർക്കും, കറുത്തിരിക്കും, എക്സോസ്റ്റഡ് ആകും, ഈസിലി സ്വെറ്റഡ് ആണ്, സെലവേഷൻ ഉണ്ട്, മാപ് ടങ് ഉണ്ട്, നൈറ്റ് അഗ്രവേഷൻ ആണ്. ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മെർസോൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ കോൺസ്റ്റിപ്പേഷൻ വരുന്ന 2 കണ്ടീഷനാണ്. ഒന്ന് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റിന്റെ കുറവും, 2 ഡ്രൈനസ്. ഇപ്പൊ മൂവ്മെന്റ് ഇല്ല, അത് വരികയും ഡ്രൈസ് ആണ് കോൺസ്റ്റിപ്പേഷൻ വരുന്നത്. പിന്നെ ഇപ്പൊ കോൺസ്റ്റിപ്പേഷന്റെ അതിന്റെ ഡിഫറെന്റ് നേച്ചർ ഉണ്ടല്ലോ, ഹാർഡ് ആണ്, സോഫ്റ്റ് ആണെങ്കിലും മുക്കണം. അത് നമ്മൾ ആ മെഡിസിനകത്തോട് കൂടാതെ പോകാത്ത അതിന്റെ കോസേറ്റീവ് ഫാക്ടർ കണ്ടെടുത്തു. ഇപ്പൊ പൾസാറ്റിലെ പോലും നല്ല, പൾസാറ്റിലെ ക്യാരക്ടർ എന്താ? പൊതക്കേല, പാൻ വേണം, തണുത്തേ കഴിക്കത്തുള്ളൂ, ദാഹയില്ല. എന്താ പൾസാറ്റില? തേഷ്ലെസ് എന്ന് പഠിച്ച് കീനോട്ടി വരുമ്പോ കീനോട്ടും കഴിഞ്ഞ് ബോറയ്ക്കും കഴിഞ്ഞ് നമ്മള് ക്ലർക്സ് റെപ്പറേറ്ററി പഠിക്കുമ്പോഴാണ് പറയുന്നത് പൾസാറ്റിലായുടെ ഒരു ഇന്റർപ്രിട്ടേഷൻ എങ്ങനെയാ? നമുക്ക് വെള്ളം ആവശ്യമുണ്ട്, വെള്ളം കുടിച്ചില്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരും. വെള്ളം ഇത്ര കിലോ കലോറി വെള്ളം വേണം നമ്മുടെ ബോഡിക്ക്. അതുകൊണ്ട് അവർ ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. പക്ഷേ ടേസ്റ്റ് ഉണ്ടെന്ന് പറയത്തില്ല, ടേസ്റ്റും ഇല്ല. ദാറ്റ്സ് ദ ഡിഫറൻസ്. അതാണ് പൾസാറ്റിലയുടെ ടേസ്റ്റ്ലെസ്നെസിന്റെ ഒരു പ്രത്യേകത.
ഇഷ്ടം പോലെ വെള്ളം കുടിക്കും. പക്ഷേ ബ്രയോണിയയുടെ പോലുള്ള ക്രേവിങ്സും ഇല്ല, തേഷ്ടുണ്ടെന്ന് പറയത്തില്ല, തേഷ്ടിന് വേണ്ടി വെള്ളം കുടിക്കത്തില്ല. അതുപോലുള്ള ഒരു പതോളജി അവിടെ ഒരു റിസർവ്ഡിനാ. ഇപ്പൊ നമ്മുടെ അടുത്ത് വന്ന മാനിപ്പുലേറ്റീവ് സൈക്കോസിസം, നമ്മളെ കരഞ്ഞ് പറഞ്ഞ് നമ്മുടെ ശ്രദ്ധ മാറ്റി നമ്മളില് അവർക്ക് ഒരു അവിഹിത സ്വാധീനം ഉണ്ടാക്കി അവർ നമ്മളെ മിസ്ലീഡ് ചെയ്യും. പൾസല്ല. അപ്പൊ അതുപോലുള്ള കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് സൈക്കോട്ടിസത്തിനകത്ത്. അതുപോലെ തന്നെ മെർസോളിന്റെ കോൺസ്റ്റിപ്പേഷൻ എന്താ? ഹാർഡ് ബിഗ് സ്റ്റോൾ വിത്ത് ഡിഫിക്കൽട്ടി ടു പാസ് വിത്ത് വീനസ് കൺജഷൻ ഇൻ മ്യൂക്കസ് ഔട്ട്ലെറ്റ്. ഇപ്പൊ മെർസോളിന്റെ കോൺസ്റ്റിപ്പേഷൻ മെർസോൾ കൊടുത്താൽ മാറത്തില്ല. അതിനൊരു മെഡിസിൻ സാമുലേന്മാൻ ഉണ്ടാക്കി എഴുതി പഠിപ്പിച്ചിട്ടുണ്ട്, മെർക്ക് ഡൾസിസ് ഒന്ന് വായിച്ചു നോക്കിയാൽ മെർസോൾ കോൺസ്റ്റിപ്പേഷൻ വന്നാൽ പ്രത്യേകിച്ച് വരുന്നത് എൻകാർമെന്റ്സ് അവിടെ വരും, പോർട്ടൽ ഹൈപ്പർ ടെൻഷൻ, ലിവർ പത്തോളജി, ഇങ്ങനെയൊക്കെ ഉള്ളവരിൽ കോൺസ്റ്റിപ്പേഷൻ വന്നാൽ മെർക്ക് ഡൾസിസ് 3x ടാബ്ലറ്റ്സ് 2 ടാബ്ലറ്റ്സ് thrice daily ഒരാഴ്ച ഒരു 5 ദിവസം കൊടുക്കുമ്പം വർഷങ്ങളോളം സഫർ ചെയ്ത കോൺസ്റ്റിപ്പേഷൻ മാറും ചൂടാവും. പിന്നെ ഒരു യൂണിവേഴ്സൽ ലാക്സേറ്റീവ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കുന്നതാണ് ടെർമിനാലിസ്റ്റ് ബില എന്ന് പറയുന്ന പണ്ട് തൊട്ടുള്ള ഒരു ട്രഡീഷണൽ ഹിന്ദുസ്ഥാനി മെഡിസിന്, ഒരു ഉഗ്രമായിട്ടുള്ള ലാക്സേറ്റീവ് ആണ് ഈ വിത്ത് ഡ്രൈനസ്. അപ്പൊ ഡ്രൈനസ് പ്രൊസീഡ് ചെയ്യുന്നതിനകത്ത് ആക്ച്വലി ഇപ്പൊ നാട്രം ഗ്രൂപ്പ് വന്നിരിക്കുന്നത്. ഇപ്പൊ നാട്രം ഗ്രൂപ്പ് ഓഫ് മെഡിസിൻ പുതക്കത്തില്ല, പാൻ വേണം, റിസർവ്ഡ് ഡിസ്പ്ലഷർ ഉണ്ട്, റിസർവ്ഡ് ആണ്, ഓപ്പൺ എയർ റിലീഫ് ആണ്, ക്ലോസ് ടൂം അഗ്രവേഷൻ ആണ്, സീഷോർ അഗ്രവേഷൻ ആണ്, കൺസലേഷൻ ഇഷ്ടമല്ല. ഇങ്ങനെയൊക്കെയുള്ള കുറെ നാട്രത്തിന്റെ ക്യാരക്ടർ ഉള്ള നാട്രമോറാണെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നാട്രമോർ കൊടുത്താൽ കുറയത്തില്ല. അതിന് സാമൂഹ്യന് നാട്രത്തിന്റെ കൂടെ ഒരു സാധനം ചേർത്ത് വെച്ചിട്ടുണ്ട്. ഏത് മെഡിസിനാ അത്? നാട്രം ഫ്ലൂറിക്കം അല്ലെങ്കിൽ നാട്രം സൾഫേറ്റ്. അതിന്റെ ഏറ്റവും കുറഞ്ഞ പൊട്ടൻസി 2x-ഓ 3x-ഓ ചൂടുവെള്ളത്തിൽ കൊടുത്താൽ നാട്രം ഗ്രൂപ്പിലാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ മാറും. അപ്പൊ നമ്മള് ഓരോ സിസ്റ്റം കൺസേൺഡ്, ഇപ്പൊ കാൽക്കേറിയയില് DNS വന്നു, നേസൽ സെപ്റ്റൽ ഡിഫക്ട്, DK നോസൽ സെപ്റ്റം എന്നാണ് റെപ്പർട്ടറി കിട്ടുന്നത്. അപ്പൊ അതിന് ഫസ്റ്റ് മെഡിസിൻ സൈലീഷ്യയുടെ പോലുള്ള ഒരു കാര്യമില്ലാത്ത ഒരു പേഷ്യന്റാണ് നമ്മുടെ അടുത്ത് വരണം. ഒരു കാൽക്കേറിയക്കാർ പേഷ്യന്റ് ആണ് വരണമെങ്കിൽ നമ്മൾ എന്ത് കൊടുത്താൽ അത് ശരിയാകും? കാൽക്കേറിയയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ വരുന്ന സെപ്റ്റൽ ഡിഫക്റ്റ് DNS ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അപ്പൊ ഏത് ചിന്തിക്കാൻ നമുക്ക് കാൽക്കേറിയ സിലിക്കേറ്റ, അത് തന്നെ ഒരു ബോണില് വരുക. ഒരു ബോൺ ട്യൂമർ ഉണ്ട് മൂക്കിനകത്തൊരു ദശ, വളരെയല്ല ദശ ഫ്ലഷിയാണല്ലോ. അപ്പം അതിനകത്തൊരു ടെർബെന്തിനകത്തൊരു ഹൈപ്പർട്രോഫി ഉണ്ടായിട്ട് മൂക്കടപ്പ് വന്നു. അത് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞു. ആ പേഷ്യന്റ് നമ്മുടെ അടുത്ത് വന്നു, പക്ഷെ കാൽക്കേറിയ ഗ്രൂപ്പാണ്. അപ്പൊ ട്യൂമറസ് ഗ്രോത്ത് ഇൻ ദി കാർട്ടിലേജിനസ് സ്ട്രക്ചറിൽ, ബോണാണെങ്കിൽ വേറെ, കാർട്ടിലേജിനസിൽ ആക്ട് ചെയ്യുന്ന മെഡിസിൻസ് ഏതൊക്കെയാ? ഒന്ന് സൈലീഷ്യ, ഒന്ന് റൂട്ടായും സൈലീഷ്യയാണ് ഏറ്റവും മെയിൻ ആയിട്ട് കാർഡിയൽ സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്നത്. ഈ റൂട്ട എന്ന് പറയുന്ന സാധനം എന്താ? റെസ്റ്റോക്സും കാൽക്കേറിയ ഫ്ലൂറും ആർണിക്കായും കൂടെ കൂടുന്നത് എന്താണോ അതാണ് റൂട്ട. ഈ മൂന്നും കൂടെ ഒത്തുവേണം പത്തോളെ. അതുപോലെ തന്നെ ഫൈറ്റലൊക്കെ എന്ന് പറയുന്ന സാധനം എന്തുവാ? ഫൈറ്റലൊക്കെയുടെ അഗ്രവേഷൻ രാത്രി കൂടും വേദന, റുമാറ്റിസം, വേറെ ഇപ്പൊ പ്ലൂറസി, ഇല്ലെങ്കിൽ ഏത് പതോളജി, സിബിലിറ്റിക് പതോളജിയിൽ റൈറ്റ് സൈഡഡ് ആയിട്ടുണ്ടാകുന്ന ലീഷൻസ് ഫൈറ്റിലൊക്കെ നല്ല മരുന്നാണ്. ഈവൻ ബ്രസ്റ്റ് ട്യൂമറിൽ. അപ്പൊ ഫൈറ്റിലൊക്കെ ഈസ് ദ ബ്രൈഡേയും റെസ്റ്റോക്സിന്റെയും കോമ്പിനേഷൻ. എന്തുകൊണ്ടാണ് അത് പറയുന്നത്? ബ്രൈ ആക്ട് ചെയ്യണ ഹാർഡൻഡ് ആയിട്ടുള്ള സ്ട്രക്ചറിൽ, അല്ലെങ്കിൽ ഫ്ലൂയിഡിൽ ആക്ട് ചെയ്യണ ബ്രയോണിയ, റെസ്റ്റോക്സ് ആണ് മസ്കുലർ ടിഷ്യൂസ്.
അപ്പം റെസ്റ്റോക്സിന്റെ മൂവ്മെന്റ് റിലീഫും ബ്രയോണിയയുടെ മൂവ്മെന്റ് അഗ്രവേഷനും രണ്ടും കൂടെ ഒന്നിച്ച് വരുന്ന, നമ്മളിപ്പോ സിംറ്റം ചോദിച്ച് ഒപ്പിച്ച് വരുമ്പോ ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ കണ്ടിന്യൂ മൂവ്മെന്റ് 16 മെഡിസിനാണ് ഉള്ളത്. അതിൽ ഒന്ന് മാത്രമാണ് റെസ്റ്റോക്സ് ജില്ലിയ. അപ്പൊ പുതയ്ക്കാത്ത ഒരു പേഷ്യന്റ് ഫസ്റ്റ് മൂവ്മെന്റ് അഗ്രവേഷൻ വന്ന റെസ്റ്റോക്സ് ഔട്ടാ. നമ്മളതിനെല്ലാം ഈ ഒരു സിംറ്റം വെച്ച് റെസ്റ്റോക്സ് ഔട്ട്. അതാണ് ഫീലിംഗ്. അപ്പൊ ഫൈറ്റിലൊക്കെ രാത്രി അഗ്രവേറ്റ് ചെയ്യും. എന്താ? റെസ്റ്റ് അഗ്രവേഷൻ. ബ്രയോണിയ റെസ്റ്റ് റിലീഫാ. ബ്രയോണിയക്ക് മൂവ്മെന്റ് അഗ്രവേഷനാണ്. അപ്പൊ മൂവ്മെന്റ് അഗ്രവേഷന്റെ ബ്രയോണിയായും റെസ്റ്റ് അഗ്രവേഷന്റെ റെസ്റ്റോക്സും കൂടെ ഒന്നിക്കുന്നതാണ് ഫൈറ്റിലൊക്കെ. അവിടെ അങ്ങനെയാണ് മെറ്റീരിയൽ മെഡിക്കൽ പഠിക്കുന്നത്. അപ്പൊ വളരെ എളുപ്പമാണ്. അതുപോലെ മൂക്കില് ടെർബെന്ത് എന്ന് പറഞ്ഞ കാർട്ടിലേജിന് സ്ട്രക്ചറിൽ ഒരു ട്യൂമർ വന്ന അത് നാട്രം ഗ്രൂപ്പിലുള്ള ഒരു മെഡിസിൻ ആണെങ്കിൽ ഡിസ്ചാർജ് യെല്ലോയിഷ് ഗ്രീൻ ആണ്. ഡാമ്പ് കോൾഡ് ഒരു അഗ്രവേഷൻ ഉണ്ട്. വെളുപ്പിന് പാനിട്ട് കിടക്കുമ്പോൾ രാവിലെ ആകുമ്പോൾ മൂക്കടച്ചിട്ട് ഡിസ്ചാർജ് ഉണ്ടെങ്കിൽ നാട്രം സൾഫ് വരാം. തിരിച്ച് നാട്രം ഗ്രൂപ്പിലാണ് ഈ ഡെവലപ്മെന്റ്സ് എങ്കിൽ ഈ അസ്ഥിയിൽ ഉണ്ടാകണ വലിപ്പമാണെങ്കിൽ എന്ത് കൊടുക്കും? നാട്രം സിലിക്കേറ്റം. ഇതിനാണ് സാമൂഹ്യന്മാർ നാട്രം സിലിക്കേറ്റം കണ്ട് മെറ്റീരിയൽ മെഡിക്കൽ പഠിപ്പിച്ചിരിക്കുന്നത് ബോർക്ക് ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിൽ. പക്ഷെ നമ്മളൊരു നാട്രം സൾഫ് നാട്രം മോർ കഴിഞ്ഞ് താഴോട്ട് വായിക്കുന്നില്ല. ഇതൊരു അസ്ഥിയിലുണ്ടാകുന്ന, അസ്ഥിയിലൊരു ട്യൂമറാ, ഒരു ട്യൂമർ ഗ്രോത്ത് ഉണ്ട്. എന്ത് കൊടുക്കും? നാട്രം ആണെങ്കിൽ നാട്രം സിലിക്ക ഫ്ലൂറിക്കം, നാട്രം സാലി ഫ്ലൂറിക്കം 3x തൊട്ട് 1M 10M വരെ 16 പൊട്ടൻസി കിട്ടും മെഡിസിൻ. ഇതാണ് ലോജിക്. അതാണ് മെറ്റീരിയൽ മെഡിക്കൽ. അതാണ് ബോറിക്കിലെ എക്സ്പ്ലനേഷൻ. അതാണ് അതിന്റെ കോമ്പിനേഷൻ. മനസ്സിലാകണ്ട പത്തിരിപാഠം? തെറ്റൊന്നും ഇല്ലല്ലോ. ഡോക്ടർ ഒരു മെഡിസിൻ ഏതെല്ലാം ബുക്കിൽ നോക്കും ഡോക്ടറെ? ബോറിക്കും നോക്കും, പതക്കം നോക്കും, എല്ലാ ബുക്കുകളും നോക്കും. ഇതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് റെപ്പർട്ടറിയിൽ കിട്ടത്തില്ല. ഇത് ലോജിക്കാ, ഇത് മെറ്റീരിയൽ മെഡിക്കാ, ഇതൊരു സത്യമാണ്. അതിന്റെ ആപ്ലിക്കേഷൻ മാത്രം പ്രാക്ടീസിൽ കൊണ്ടുവന്ന് കൊടുത്ത് അനുഭവവേദ്യമായാൽ അനുഭവം ആകും. ഡെഫിനിറ്റ് അപ്രോച്ച് ഇതാണോ ഡെഫിനിറ്റ് ആക്ഷൻ കിട്ടും. ക്യാൻസറിലൊക്കെ നമ്മൾ അതുകൊണ്ടല്ലേ രക്ഷപ്പെടും. ഒരു പരിധിവരെ നമുക്ക് കാര്യങ്ങൾ പോസിറ്റീവ് ആക്കാൻ പറ്റുന്നത് സ്കാനിങ്ങിൽ വിസിബിൾ ആയിട്ട് ഫിസിക്കൽ ലെവലിൽ നമുക്ക് കാണിക്കാനൊക്കെ പറ്റുന്നതിന്റെ ലോജിക്ക് അതാണ്. അതൊന്നും പുതിയതായിട്ടുണ്ടായതല്ല. ഇതൊക്കെ ഓൾഡ് ആൻഡ് ഓൾഡ് വൺ. പണിക്കർ സാറേ, ഒരു റിക്വസ്റ്റ് ഉണ്ട്. ദിവസവും വരണേ, ഒരു 15 മിനിറ്റ് എങ്കിലും ഈ സെക്ഷൻ, ഈ ഗ്രൂപ്പില് ഒരു 15 മിനിറ്റ് എങ്കിലും ദിവസവും. എന്റെ മാഡം എന്റെ വൈഫിനെ കാലേ പിടിച്ച് തൊഴുതാലും എന്റെ കൂടെ ജീവിക്കാൻ വലിയ പാടാ. കാര്യം ഞാൻ ഈ പ്രൊഫഷൻ എന്ന് പറഞ്ഞ് രാവിലെ 5 മണിക്ക് എഴുന്നേക്കട്ടെ, ഞാൻ 9 മണിക്ക് പോയിട്ട് ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പറയണത് 3:30. ഞാൻ അഹന്ത പറയോ എന്നെ വലിപ്പാക്കോ അല്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് 3 മണിയുടെ സെക്ഷൻ തേക്കുമ്പോ 7:30 അപ്പൊ 8 മണിക്കിട്ട് ഇനി ധനേഷ് ഡോക്ടർ വിളിച്ചപ്പോ എനിക്ക് നോ പറയാൻ അറിയാത്തതുകൊണ്ട് ഞാൻ ഇന്ന് കുത്തിയിരുന്നതാണ്. പിന്നെ ഇപ്പൊ രാത്രി എല്ലാരും വിളിക്കുക ഡോക്ടർ. ധനേഷ് ഡോക്ടർ മാത്രമല്ല, ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എല്ലാ സക്സസ്ഫുൾ ആളുടെ പുറകിലും ഒരു പാർട്ട്ണർ ഉണ്ടാവും. പിന്നെ ഡെഫിനറ്റ്ലി വൈഫ് ഓർ ഹസ്ബൻഡ്. പിന്നെ എനിക്കിപ്പോ അതിന് എനിക്ക് എന്റെ സ്വാമി തന്ന ഒരു നന്മയെന്ന് പറഞ്ഞാല് എന്നേലി ഒരു 4 തിരക്കുള്ള ഹസ്ബൻഡിന്റെ കൂടെ സന്തോഷമായിട്ട് എന്റെ മൂത്ത മോള്, അവൾക്കും ഇപ്പൊ തിരക്കുണ്ട്, പൾമോണോളജിസ്റ്റ്. അദ്ദേഹം 4 ആശുപത്രി, ധനേഷ് ഡോക്ടർക്ക് അറിയാം, ഡോക്ടർ സായിലാൽ, സ്വന്തം ആശുപത്രി വെളുപ്പിന് 6 തൊട്ട് ഒരു 1 മണി 2 മണിയാകുമ്പോ 100-150 പേരെ നോക്കിയിട്ട് പോയിട്ട് 3 ആശുപത്രി ഇറങ്ങി വരുക രാത്രി 10 മണിക്ക്. മോള് എന്നെ കണ്ട് ശീലിച്ചതാ, അമ്മയുടെ സഹിഷ്ണുത, അമ്മയുടെ സ്നേഹവും. അപ്പൊ ഞങ്ങളുടെ ഒരു ഹാർഡ് വർക്ക് കൊണ്ടുള്ള പ്രോഗ്രസ്സും ഒക്കെ അവർക്ക് ഹൃസ്തമായതുകൊണ്ട് അവർക്ക് വിഷമമില്ല. അതൊരു വർക്ക് ഈസ് വർഷിപ്പായി. ഇളയമോള് തൃശ്ശൂർ ഗൈനക്കോളജിസ്റ്റാ. ഒരാള്
മക്കളെ അവരുടെ സൈമർ എന്ന് പറയുന്ന ഹോസ്പിറ്റലാ. ഇപ്പൊ തൃശ്ശൂർ ഒരു പുതിയ സ്ഥാപനം തുടങ്ങി. അപ്പൊ ഇൻഫെർട്ടിലിറ്റിയുടെ വലിയാണ്. അവര് 1 ലക്ഷം ഇൻഫെർട്ടിലിറ്റി കേസുകൾ സക്സസ് ആക്കിയ ഒരു അങ്കിളിന്റെ ഒരു അനന്തരക്കാരനാണ് എന്റെ ഇളയ സണ്ണിലോ ഡോക്ടർ ശ്രീഹരി. അദ്ദേഹം ഈ ഇന്റർവെൻഷണൽ സൂചിക്കഴ സർജറിയിൽ ഒക്കെ നമ്മള് ഈ മുഖക്കുരു കുത്തി നടക്കണ പോലെ പുള്ളി എടുക്കട്ടെ. ഞാൻ കണ്ടപ്പോ ഭയങ്കര അത്യാവശ്യം തോന്നി. അത്രേ ആ പ്രൊഫഷനിൽ അവര് ഡെഡിക്കേറ്റ്. അതുകൊണ്ട് 24 തിരക്കുള്ള ഇവര് കുട്ടികളെ ജനിപ്പിച്ചിട്ട് എന്റെ മോളെ ഏൽപ്പിക്കും. മോള് ഒരു ഗ്രൂപ്പ് ഓഫ് 7 ഗൈനക്കോളജിസ്റ്റുമാരും കൂടി ഇത് പ്രസവിപ്പിക്കണവരെ 9 മാസം അങ്ങ് സെർവ് ചെയ്യും. ഒരു ഉത്സവം പോലെ, നമ്മൾ ഹോമിയോപ്പതി പഠിക്കുന്ന പോലെ. അപ്പൊ ആ ഏത് പാതിരേക്കും പോകും. അപ്പൊ അതൊക്കെ നമ്മുടെ ഒരു വർക്കിന്റെ കണ്ടുപിടിച്ച് That means blessed family, Panikkar sir. Blessed family. Thanks to God. സാറേ, ഞാനതാണ് ഈ പ്രൊഫഷൻ തുടങ്ങുമ്പോഴൊക്കെ ഈ ഒരു സഹിഷ്ണുത, ഒരു സ്നേഹം, ഒരു കൂട്ടായ്മ, ഒരു നന്മയൊക്കെ ഞങ്ങൾക്ക് ബാബ തന്നതാണ്. അതെ. അപ്പം അതാണ് നമ്മളുടെ ഇത് തുടങ്ങുമ്പോഴും എല്ലാത്തിനും ആ ഒരു ഗ്രേസ്, ഈ ഇൻഡ്യൂഷൻസ് ഒക്കെ. അതെ. അപ്പൊ അത് ഹോമിയോപ്പതി ഇപ്പൊ എന്നോട് പറഞ്ഞപ്പം ഞാനൊരു അത്ഭുതം ഒരു കഥ പറയുക. എനിക്ക് ഒരു ക്യാൻസറിൽ, അതൊരു VIP ആണ്, ബ്ലീഡിങ് നിൽക്കുന്നില്ല റെക്ടൽ ക്യാൻസറിൽ. അപ്പൊ ഞാൻ എന്നെ പഠിച്ചിട്ട് മെർക്കുറി കോൺസ്റ്റിറ്റ്യൂഷനാണ്. അപ്പൊ മെർക്കുറി കോൺസ്റ്റിറ്റ്യൂഷൻ വിത്ത് സിവിയർ പെയിൻ. നേരത്തെ പറഞ്ഞ ഭദ്രമാടം പറഞ്ഞതുപോലെ ഒരു പാരലൈസ്ഡ് കണ്ടീഷനുള്ള ഷൂട്ടിംഗ് പെയിൻ ആണ് ഞാൻ ഈ താലിയം എന്റെ ഒരു മനസ്സിലുള്ള മെഡിസിൻ. അപ്പൊ ഇതിനകത്ത് സിവിയർ മെർസോൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഞാൻ മെർക്സൈനേറ്റും മെർക്ക് നൈട്രിക്, ഈ 2 മെഡിസിനാണ് ഏറ്റവും കൂടുതൽ. നൈട്രിക് ആസിഡിന്റെ മെർസോളും നൈട്രിക് ആസിഡും കൂടെ ചേരണം മെർക്ക് നൈട്രേറ്റ്. 2ന്റെയും ബ്ലീഡിങ്ങിന്റെ മൂർത്തി ഭാവം ക്യാൻസറിൽ. അതാണ് മെർക്ക് നൈട്രേറ്റിന്റെ കോമ്പിനേഷൻ. ഇത് ഞാൻ കൊടുത്ത് 5 ദിവസം പറഞ്ഞു, പിന്നെ അതിന്റെ 4 ഇരട്ടിയായിട്ടുണ്ടായി. ലാസ്റ്റ് ഗ്രേഡ് ക്യാൻസർ റെക്ടം. ട്രിവാൻഡ്രത്തുകാരനാണ്, മെഡിക്കൽ കോളേജിൽ RCC ചികിത്സിച്ചതാണ്. അവര് പാലിയേറ്റീവ് കെയർ വിട്ട കേസ്. ഇപ്പൊ ഇയാൾ എന്നെ തപ്പി വന്നപ്പോ തന്നെ ഞാൻ ഓർത്ത് എന്തെങ്കിലും ഒരു നന്മ എനിക്ക് ചെയ്യാൻ പറ്റണം. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും, അല്ലെങ്കിൽ എന്റെ അടുത്ത് വരേണ്ട കാര്യമില്ല. കാര്യം ഞാനൊരു അശുവല്ലേ. ഞാൻ അങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ സ്വാമിയോട് വിട്ട് ഇങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോ എനിക്കൊരു എന്നാണ് എന്റെ മനസ്സിൽ വരുന്നത്. ഇത് കഥയല്ല, ഇതൊരു സത്യമാണ്. ഞാൻ പറഞ്ഞു ഹോമിയോപ്പതിയുടെ ഒരു ഇൻഡ്യൂഷൻസ് ആയത്. ഞാൻ അങ്ങനെ നോക്കി വന്നപ്പം ഹോങ്നാൻ എന്നൊരു ഇവിടെ ഖീനോട്ടി കിടപ്പുണ്ട്, വഴുതനങ്ങാക്ഷരത്തിൽ കിടപ്പുണ്ട് ഹോങ്നാൻ. ഇപ്പൊ ഈ ഹോങ്നാൻ റെഫർ ചെയ്ത് വന്നപ്പോ റഡാറിനകത്ത് അതിന്റെ പുറകില് ഫെറോക്ക് മാസ്റ്റർ എന്ന് എഴുതിയിരിക്കുക. ഞാൻ അപ്പൊ തന്നെ ഫെറൂഖ് മാസ്റ്ററുടെ പുസ്തകങ്ങൾ നോക്കി. അപ്പൊ ക്യാൻസർ ക്യൂറിന്റെ ഒരു പുസ്തകം ഫെറൂഖ് മാസ്റ്റർ എഴുതിയിട്ടുണ്ട്. ഫെറൂഖ് മാസ്റ്ററിന്റെ അപ്പൊ തന്നെ മോള് കാശ് കൊടുത്ത് അടിച്ച് 3ാമത്തെ ദിവസം ഫെറൂഖ് മാസ്റ്ററിന്റെ ഈ പുസ്തകം എനിക്ക് കിട്ടി. ഞാൻ ഫസ്റ്റ് പേജ് ഇറങ്ങിയപ്പം ഫെറൂഖ് മാസ്റ്റർ ഈസ് എഫിഷ്യന്റ് ആൻഡ് ഫേമസ് മുസ്ലിം വിശ്വാസിയായിട്ട് ഒരു ഡോക്ടറാണ്. പക്ഷെ സായിബാബ അതിന് ഡെഡിക്കേറ്റ് ചെയ്തിരിക്കണം ആ പുസ്തകത്തിന്റെ ഫ്രണ്ടിൽ ഫോട്ടോ. You see the our divine relationship and blessing of our thoughts and doings and Sure. ക്രിസ്തുദേവനായാലും അള്ളാഹു ആയാലും മഹാദേവനായാലും ഒക്കെ നമ്മുടെ ആ ഒരു ഡിവോഷൻ ഇൻ അവർ ഡെയിലി ലൈഫ്. എത്ര റിയലൈസേഷൻ. അപ്പൊ അതിനകത്ത് എനിക്ക് ഒരു 10-15 മാസം കൊണ്ട് എനിക്ക് അത്ഭുതകരമായിട്ടുള്ള ഒത്തിരി ചേഞ്ചസ്, ഒത്തിരി കാര്യങ്ങൾ അതിന്റെ പ്രാക്ടീസ് വരുത്താൻ പറ്റി ആ പുസ്തകം. ഒത്തിരി പുസ്തകം വേറെ വരുത്താനും ഈ കാര്യം ഇതിന്റെ കോംപ്ലിമെന്ററി കണക്ഷൻസ് മുഴുവൻ കിടക്കുന്നത് മറ്റു പുസ്തകങ്ങളില്ല. അപ്പൊ രാജൻ ശങ്കരൻ പഠിക്കാൻ തോന്നി. രാജൻ ശങ്കറിന്റെ ഒക്കെ കമ്പാരിറ്റീവ് ആണ് ഈ ഗ്രൂപ്പ് സ്റ്റഡി, ആസിഡ് ഗ്രൂപ്പ്, മെർസോൾ ഗ്രൂപ്പ്, ഓറൻ ഗ്രൂപ്പ്. ഇപ്പൊ നമ്മളൊരു 14 ഗ്രൂപ്പ് പഠിക്കുകയും അതിനകത്തൊരു കുറെ പൾസാരില, സെപ്പിയ, സ്റ്റാഫി, നമ്മൾ ഒത്തിരി സിമിലാരിറ്റി തോന്നുന്ന കാര്യങ്ങളാണല്ലോ. പൾസാരില, സെപ്പിയായും മ്യൂറക്സും പ്ലാറ്റിനായും ഒക്കെ. അതിന്റെ ഡെഫിനറ്റ് ആയിട്ടുള്ള ഒരു കമ്പാരിസൺ നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുവാണെങ്കിൽ ഹോമിയോപ്പതി ഈസ് ബെസ്റ്റ് ആണ്. ഒത്തിരി നമുക്ക് അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും, ഭയങ്കര കോൺഫിഡൻസ് കിട്ടും. അതാ അപ്പൊ ഫറൂഖ് മാസ്റ്ററിന്റെ ക്ലാസ് കേട്ടാൽ അറിയാം. ഫറൂഖ് മാസ്റ്ററിന്റെ കൺസൾട്ടിങ് റൂമിൽ സ്വാമിയുടെ വലിയൊരു പടമുണ്ട്. പക്ഷെ മുസ്ലിം വിശ്വാസിയല്ലേ. അപ്പൊ ആ ഇൻഡ്യൂഷൻസ് കിട്ടിയിട്ടുള്ളത് കൊണ്ടായിരിക്കും.
എന്തോ എനിക്ക് എന്റെ പാത്വേ അത്ര കൺഫർമേഷൻ ആയിട്ട് സാധിച്ചു തന്നിട്ടില്ലേ. അങ്ങനെയാണ് ഹോങ്ജാൻ കൊടുത്തത്, പെർമനന്റ് ക്യൂറായി, നോ റിക്കറൻസ്. അങ്ങനെ ആങ്നോണിനെ പറ്റി നമ്മൾ പഠിച്ചതാ. ഇപ്പം അതുപോലെ നമ്മൾ ആ പാത്വേയിൽ അങ്ങനെ സ്ട്രോങ് ആയിട്ട് പോയാൽ ചിലപ്പോ ഒരു 50 years ഓഫ് ഡെഡിക്കേഷൻ ഓഫ് ഹോമിയോപ്പതി, അതായിരിക്കും എനിക്ക് അങ്ങനെ ഒരു യോഗം കിട്ടിയത്. അത് നിങ്ങൾക്ക് ഞാനിങ്ങനെ പച്ച മലയാളത്തിൽ എൻ്റെ അനുഭവങ്ങൾ തരുവാ. ഞാൻ ഈ ഞായറാഴ്ച അവിടെ പോയപ്പോഴും ആ ജൂനിയർ ഡോക്ടർമാരോട് പറഞ്ഞു, നമ്മൾ 40 years കഷ്ടപ്പാട് നിങ്ങൾക്ക് സ്പൂണിൽ തരുന്നു. ഇങ്ങനെ ഒരാൾ നമുക്ക് അന്നുണ്ടായിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇടവഴിയിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മളൊക്കെ എത്രയോ വലുതായി പോയിരുന്നു അല്ലേ? ഇല്ലേ മറിയാമ്മ ഡോക്ടറെ? അതെ അതെ സാറേ, തീർച്ചയായിട്ടും ഡോക്ടറെ, തീർച്ചയായിട്ടും. ഞങ്ങളുടെ സമയം ഒരുപാടായി പോയി സാർ. ഒരുപാടായി പോയോ? 10 കഴിഞ്ഞിട്ട്. ഏതായാലും ഈ സുരയ്യ രാധാകൃഷ്ണനൊന്നും മിണ്ടുന്നില്ലല്ലോ, എല്ലാരും പോയില്ലേ? നമ്മൾ ഈ വയസ്സന്മാര് മാത്രമാണ് രംഗത്തുള്ളത്. എല്ലാരും ഉണ്ട് സാറേ. സാറേ എല്ലാരും ഉണ്ട്. എല്ലാരും ഉണ്ടോ? എല്ലാരും ഉണ്ട്. ആരും പോവില്ല. ആരും പോയില്ലേ? പണിക്കരുടെ ക്ലാസ്സില് ഒരു മനുഷ്യനും പോവില്ല. ഓക്കെ, താങ്ക് യു. ഇന്ന് നമ്മൾ കൺഗുരു ചർച്ച തുടങ്ങി. പക്ഷെ സാർ ഉണ്ടായിരുന്നുകൊണ്ട് ഞങ്ങൾക്കത് വളരെ കുറച്ചും കൂടെ അത് വിപുലമായി ക്യാൻസറിലെത്തി. എന്തായാലും നല്ലൊരു അനുഭവമാണ് ഇന്ന് ഞങ്ങൾക്ക് ഈ ക്ലാസ്സിലൂടെ കിട്ടിയത്. അതുകൊണ്ട് ഈ ചർച്ച ഉള്ള ദിവസമെങ്കിലും ഡോക്ടർ വരുന്നത് നല്ലതായിരിക്കും. പിന്നെ അതുപോലെ സാറിന് നന്ദി പറയുന്നതിന് സൂര്യ ഡോക്ടറെ ക്ഷണിക്കുകയാണ്. സൂര്യ ഡോക്ടറെ. സൂര്യ ഡോക്ടറെ. ഹലോ. സൂര്യ ഡോക്ടർ ഇല്ലെന്ന് തോന്നുന്നല്ലോ. അപ്പൊ രമാദേവി ഡോക്ടറെ, മാഡം ഒന്ന് ഞാൻ പറയട്ടെ. ആ. പണിക്കർ സാറേ, സാറിന് നന്ദി പറയുന്നതിനൊപ്പം തന്നെ സാറിന്റെ അത് തീർന്നില്ല, അതിനകത്ത് ഇങ്ങനെ പറഞ്ഞു. നാളെ രാവിലെ നമ്മുടെ ലാൻഡ് ഫോൺ നമ്പർ അറിയാമോ? 0478 ഓട്ടോ താങ്ക്സ് പറഞ്ഞോ. പറയട്ടെ. പറഞ്ഞോ. ടുഡേ ഐ ആം ലക്കി. എനിക്ക് ഇന്ന് ഞാൻ 24 അതിനകത്ത് എത്ര കഴിയുമ്പം വിളിച്ച 1 മണിക്കുള്ളിൽ അപ്പോയിന്റ്മെന്റ് കിട്ടും. ഇന്ന് ഞാൻ റിയലി ലക്കിയാണ്. കാരണം ഇംഗ്ലീഷ് സെക്ഷനിലും മലയാളം സെക്ഷനിലും പണിക്കർ സാറിന് നന്ദി പറയാൻ ഒരു അവസരം കിട്ടാന്ന് പറഞ്ഞാൽ റിയലി ബ്ലെസ്ഡ് തിങ്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ നന്ദി പറയുന്ന പണിക്കർ സാറിന്റെ കൂടെ പണിക്കർ സാറിന്റെ മിസ്സിസിനും, ഞങ്ങൾക്ക് ഇങ്ങനെ ഇടയ്ക്കെങ്കിലും ഒക്കെ പണിക്കർ സാറിനെ വിട്ടുതരുന്ന പണിക്കർ സാറിന്റെ മിസ്സിസിനും കൂടി ഞങ്ങൾ നന്ദി പറയാണ്. പിന്നെ എന്റെ പേരിലും ഈ IFPH ഓരോരുത്തരുടെ പേരിലും ഞാൻ നന്ദി പറയാണ്. ഇനിയും ഇങ്ങനെ വരാൻ ഇടയാവട്ടെ, അതിനുള്ള ഇത് കിട്ടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അപേക്ഷിച്ചുകൊണ്ട്, ഒന്നും കൂടി ഇനിയും വരണേ പണിക്കർ സാറേ എന്ന് പറഞ്ഞുകൊണ്ട് നന്ദി പറയാണ്. ഓക്കെ, താങ്ക് യു. അതുപോലെ തന്നെ ഇത് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും, ഏകദേശം 84-85 പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 10 മണി കഴിഞ്ഞു, എന്നിട്ടും ഇത് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവർക്കും ഞാൻ നന്ദി പറഞ്ഞുകൊള്ളുന്നു. നന്ദി മാഡം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എന്തായാലും മിസ്സിസിന് കൂടി ഞങ്ങൾ നന്ദി പറഞ്ഞു എന്ന് പറയണേട്ടോ പണിക്കരെ. പറയാം. നാളെ രാജേശ്വരി ഡോക്ടറാണ് നമ്മോടൊപ്പം അതിഥിയായി എത്തുന്നത്. സബ്ജക്ട് എന്തുവാ? അനാറ്റമി ആയിരിക്കും. അനാറ്റമിയുടെ 4ാം ഭാഗമായിരിക്കും. അതെ, 5ാം ഭാഗം. 5ാം ഭാഗം. അങ്ങനെ നമ്മുടെ 1275ാമത് പ്രതിദിന സൂം വെബിനാർ വളരെ ഐശ്വര്യമായി നമുക്ക് പൂർത്തിയാക്കാൻ സാധിച്ചു. അതിൽ പങ്കെടുത്ത
ധനേഷ് ഡോക്ടർ, മധുസൂദന പണിക്കർ സാറ്, രമാദേവി അമ്പാടി മാഡം, സൂര്യ ഡോക്ടർ, അങ്ങനെ എല്ലാവരെയും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. പങ്കെടുക്കുന്നവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വെബിനാർ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ശുഭരാത്രി.